بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ മുഅ്മിനുകളോട്, അള്ളാഹുൽ വിശ്വസിച്ചവരോട് ഏറ്റവും അധികം ശത്രുത വെക്കുന്ന, അവരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് കാണാം. ലതജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ് വല്ലദീന അശ്റകു. വിശ്വസിച്ചവരോട്, അള്ളാഹുലും അവൻ്റെ ദീനിലും വിശ്വസിച്ചവരോട് ഏറ്റവും വിദ്വേഷം പുലർത്തുന്നവരായി നിനക്ക് കാണാം അൽ യഹൂദ്, യഹൂദികളെ, വല്ലദീന അശ്റകു, മുശ്രിക്കുകളെ. ഇത് യഹൂദികളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ നബിമാരെ കൊലപ്പെടുത്തിയ ആളുകൾ. അള്ളാഹുവിൻ്റെ നബിമാരെന്നാൽ മനുഷ്യരിൽ ഏറ്റവും ശുദ്ധമായ ഹൃദയമുള്ളവരാണ്. ഒരാളെയും ദ്രോഹിക്കാത്ത, ആരെയും വഞ്ചിക്കാത്ത, ഏറ്റവും പരിശുദ്ധമായ ഹൃദയങ്ങളുള്ള, ജനങ്ങൾ നേരിലും നന്മയിലും എത്തിക്കാണാൻ അങ്ങേറ്റം ആഗ്രഹിക്കുന്നവരോട് നസീഹത്തുള്ള നബിമാരെ കൊല്ലുക, 6 കൊല നടത്തുക. യഹ്യാ നബിയെപ്പോലെ, സക്കരിയ നബിയെപ്പോലെ അലൈഹിമസ്സലാം, അവരെ പോലെയുള്ള നബിമാരെ കൊന്നുകളഞ്ഞത്, 2ആയി പകുത്തു കളഞ്ഞത്, 2ആയി ഈർന്നു കളയുക. ഇങ്ങനെ ചെയ്തവരാണവർ. നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര തവണയാണ് യഹൂദികൾ കൊല്ലാൻ ശ്രമിച്ചത്? നബിക്കെതിരിൽ സെഹർ ചെയ്തത് ആരാണ്? യഹൂദനാണ്. ഖൈബറിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം കൊടുത്തത് ആരാണ്? യഹൂദികളാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ സമയത്ത് പറയുകയുണ്ടായി, അന്ന് ഖൈബറിൽ ആ പെണ്ണ് തന്ന വിഷം എൻ്റെ ഞരമ്പിപ്പോൾ മുറിച്ചു കളയുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് അതുകൂടി കാരണമാണ് എന്നും, അതുകൊണ്ട് നമ്മുടെ നബിക്ക് ഷഹാദത്തിൻ്റെ, രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലം കൂടി ഉണ്ട് എന്നും പണ്ഡിതന്മാർ ആ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞത് കാണാം. അള്ളാഹുവിൻ്റെ നബിമാരോട് ഇത് ചെയ്തവർ മുഅ്മിനീങ്ങളോട്, മുസ്ലിമീങ്ങളോട് ഇതുപോലെ ചെയ്യുന്നതിൽ എന്തത്ഭുതമാണുള്ളത്? നോക്കൂ, ആധുനിക കാലത്ത് അതിൻ്റെ നേർസാക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഫിലസ്തീനിൻ്റെ ചരിത്രം. ആ നാടിനോടും അവിടെയുള്ള പാവങ്ങളായ മുസ്ലിമീങ്ങളോടും അറബികളോടും യഹൂദികൾ ചെയ്ത ചതിയുടെ ചരിത്രം, അത് ചരിത്രത്തെ സത്യസന്ധമായി നിഷ്പക്ഷമായി വിലയിരുത്തിയ മുസ്ലിമീങ്ങളും അല്ലാത്തവരും മനസ്സിലാക്കിയ കാര്യമാണത്. അവർ ഫലസ്തീനികളോട് ചെയ്ത ചതി, ആ നാട് അവിടെ കയറിക്കൂടി ഘട്ടം ഘട്ടമായി അത് കൈവശപ്പെടുത്തി അവിടെയുള്ള ആളുകളെ പുറന്തള്ളി അവരെ രാജ്യമില്ലാത്തവരായി അലഞ്ഞു തിരിയുന്ന ആളുകളെപ്പോലെ ആക്കി തീർത്ത ചതിയുടെ കഥ, അത് ആധുനിക ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ്. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, അല്ലാത്തവർക്ക് കൂടി. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളല്ലാത്ത എത്രയോ രാജ്യങ്ങൾ അവരുമായി ബന്ധം സ്ഥാപിക്കാൻ കാലങ്ങൾ മടിച്ചു നിന്നത്. നമ്മുടെ നാട് പോലും, ഇന്ത്യ പോലും അവരുടെ യഹൂദരുടെ നാട്ടിൽ, അവരുടെ തലസ്ഥാനത്ത് ഒരു എംബസി തുറന്നത് 1992 മാത്രമാണ്. നോക്കൂ നിങ്ങൾ, പതിറ്റാണ്ടുകൾ അവരത് ചെയ്തില്ല. ഇത് എത്രയോ രാജ്യങ്ങളുടെ, നാടുകളുടെ ചരിത്രമാണ്. കാരണം അവരുടെ ചതിയും വഞ്ചനയുമെല്ലാം മനസ്സിലാക്കിയത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, അല്ലാത്തവരുമാണ്. മുസ്ലിമീങ്ങളാകട്ടെ, പ്രത്യേകിച്ച് അറബ് നാടുകളും അവിടെയുള്ള ഭരണാധികാരികളും
അവരുടെ ജനതയുമാകട്ടെ ഫിലസ്തീനിനു വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എന്നും എന്നും ഉറച്ച നിലപാട് സ്വീകരിക്കുകയുണ്ടായി. എന്നും അവരതിനു വേണ്ടി ധാരാളം പ്രയത്നങ്ങൾ നടത്തുകയുണ്ടായി. 1948 67 73 സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ നേരിട്ട് അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയുണ്ടായി. സ്വന്തം സൈന്യങ്ങളെ അയച്ച് ആ വിഭാഗത്തോട് യുദ്ധം ചെയ്യുകയുണ്ടായി. അതുകൂടാതെ നയതന്ത്ര തലത്തിൽ ആ നാട്ടിനെ, ഫലസ്തീനിനെ, മുസ്ലിമീങ്ങളെ സഹായിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ, അതോടൊപ്പം സാമ്പത്തികമായുള്ള സഹായങ്ങൾ, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ, പാർപ്പിടം നിർമ്മിച്ചു കൊടുക്കാൻ, നഗരങ്ങൾ തന്നെ വീടുകൾ നഷ്ടപ്പെട്ട ഫലസ്തീനുകൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ അറബികൾ, മുസ്ലിമീങ്ങൾ പരിശ്രമിച്ച പരിശ്രമം അത് സുബ്ഹാനല്ലാഹ്, അത് വലിയ പരിശ്രമമാണ്. സ്വന്തം സഹോദരങ്ങളോട്, മുസ്ലിമീങ്ങളോട് ഉള്ള സ്നേഹവും അവരോടുള്ള അനുകമ്പയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മസലുൽ മുഅ്മിനീന ഫി തവാദ്ദിഹിം വതറഹുമിഹിം വതഅതുഫിഹിം മസലുൽ ജസദ് ഇദാ ഇശ്തക മിൻഹു ഉദ്വുൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. മുഅ്മിനീങ്ങൾ ഒരൊറ്റ ശരീരം പോലെയാണ്, ഒരൊറ്റ ശരീരം പോലെ. അവരുടെ സ്നേഹത്തിലും അനുകമ്പയിലും വാത്സല്യത്തിലും സ്നേഹത്തിലുമെല്ലാം ഒരു ശരീരം പോലെയാണ്. അതിൽ ഒരു അവയവത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ബാക്കി ശരീരഭാഗങ്ങളെല്ലാം അതിനോട് പ്രതികരിക്കും. പനി ബാധിച്ചുകൊണ്ട്, ഉറക്കം വിളച്ചുകൊണ്ട്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിനെ അർത്ഥവത്താക്കിക്കൊണ്ട് അങ്ങനെയുള്ള പരിശ്രമങ്ങളാണ് ലോക മുസ്ലിമീങ്ങൾ. അതിൽ എടുത്തു പറയേണ്ടത് അറബികളായ അറബ് രാജ്യങ്ങളെ, ഗൾഫ് രാജ്യങ്ങളെയാണ്. അവർ ആ ചെയ്ത പരിശ്രമം കാണാതിരിക്കുക എന്നത് നന്ദികേടാണ്. അള്ളാഹുവിനോട് നന്ദി കാണിക്കണമെങ്കിൽ ജനങ്ങളോട് നന്ദി കാണിക്കണം. ലാ യശ്കുറുല്ലാഹ മൻ ലാ യശ്കുറുന്നാസ്. മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയില്ല. മനുഷ്യരോട് നന്ദി കെട്ട നിലപാടും നന്ദി കെട്ട വർത്തമാനവും പറയുക എന്നത് അള്ളാഹുവിനോടുള്ള നന്ദികേടിലേക്കും നയിക്കുന്ന കാര്യമാണ്. നോക്കൂ, ഇതാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് അറബ് ഗൾഫ് രാജ്യങ്ങൾ ഫലസ്തീനോട് സ്വീകരിച്ചിട്ടുള്ള നിലപാട്, അവരെ ദ്രോഹിച്ചിട്ടുള്ള യഹൂദികളോട് സ്വീകരിച്ചിട്ടുള്ള ശക്തമായ നിലപാട് ഇതാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഒരു ഭാഗത്ത് ഫലസ്തീനിനു വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി പോരടിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നെല്ലാം വീമ്പിളക്കുന്ന റാഫിദികൾ, ഷിയകൾ, അവരുടെ രാജ്യമായ ഇറാൻ. എന്താണ് ഈ ഖൗം, ഈ പറയപ്പെട്ട ഈ ചരിത്രഘട്ടങ്ങളിൽ അവർ ചെയ്തിട്ടുള്ളത് എന്താണ് അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട്? ഇതൊക്കെ സഹോദരങ്ങളെ ഏതെങ്കിലും കാലത്തെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. നൂറ്റാണ്ടുകൾ മുൻപേ ഉള്ള കാര്യമോ തലമുറകൾക്ക് മുന്നേ ഉള്ള കാര്യമോ അല്ല. ഇതൊക്കെ ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ നേരെ പിതാക്കളോ മാതാപിതാക്കളോ ഒക്കെ ജീവിച്ച കാലഘട്ടത്തിൽ ഈ പത്രമാധ്യമങ്ങളും അതുപോലെ മറ്റുള്ള തെളിവുകളുമൊക്കെ നമ്മുടെ മുന്നിലുള്ള കാലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഈ അവസ്ഥയിൽ തന്നെ നോക്കൂ, ഒരു ഭാഗത്ത് മുസ്ലിം ഉമ്മത്തിൽ ഛിദ്രതയുണ്ടാക്കി, മുസ്ലിം രാജ്യങ്ങളിൽ കുഴപ്പങ്ങൾ ഇളക്കിവിട്ട്, മുസ്ലിമീങ്ങളെ അറുകൊല നടത്തി, മുസ്ലിമീങ്ങളുടെ ചോര ചിന്തി, മുസ്ലിം ലോകത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ റാഫിദികൾ ചെയ്തിട്ടുള്ളത്. അവരെങ്ങനെ അത് ചെയ്യാതിരിക്കും? കാരണം മുസ്ലിമീങ്ങളെ ദ്രോഹിക്കാൻ എന്നും കച്ചകെട്ടിയിറങ്ങിയിട്ടുള്ള യഹൂദികൾ, ഈ പറയപ്പെട്ട കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ യഹൂദികളുണ്ടല്ലോ, ആ ഖൗമ് തന്നെയാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. ഇവരുടെ പിതാക്കൾ അവരാണ്. ഷിയാക്കളുടെ, റാഫിദികളുടെ പിതാക്കൾ യഹൂദികളാണ്. അവരാണ് ഇവരുണ്ടാക്കിയിട്ടുള്ളത്. എന്താണ് റാഫിദികളുടെ ചരിത്രം? റാഫിദികളുടെ ചരിത്രം അബ്ദുല്ലാഹ് ഇബ്നു സബയിൽ ചെന്നുമുട്ടുന്ന ചരിത്രമാണ്. ആരാണ് അബ്ദുല്ലാഹ് ഇബ്നു സബ? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മുസ്ലിം ഉമ്മത്തിൽ ഇസ്ലാമിൻ്റെ കുപ്പായമിട്ട് കയറിക്കൂടിയ തനി യഹൂദിയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു സബ. മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാൻ യഹൂദികൾ ഇസ്ലാമിലേക്ക് കടത്തിവിട്ട ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു സബ. അവനാണ് റാഫിദികളെ ഉണ്ടാക്കിയത്. അവനാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ഇലാഹാണെന്ന് പറഞ്ഞത്. ഏതുപോലെ
താബിഈങ്ങളിൽ നിന്ന് വരെ നമുക്ക് റിവായത്ത് കാണാം. ആമിർ ബിൻ ശറാഹിൽ അശ്ശഅബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള താബിഈങ്ങളിൽ നിന്ന് നമുക്ക് റിവായത്ത് കാണാം. ഇതേ യഹൂദികൾ പണ്ട് നസ്രാനികളെ നശിപ്പിക്കാൻ, ക്രൈസ്തവർ അവർ പണ്ട് ഈസ അലൈഹിസ്സലാമിൻ്റെ ദീനിലായിരുന്ന കാലത്ത്, തൗഹീദിലായിരുന്ന കാലത്ത് അവരുടെ ദീൻ നശിപ്പിക്കാൻ എങ്ങനെയാണോ പൗലോസിനെ നസ്രാനികൾക്കിടയിലേക്ക് കടത്തിവിട്ടത്, അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു സബഈനെ ഇതേ യഹൂദികൾ മുസ്ലിമീങ്ങൾക്കിടയിൽ കടത്തിവിട്ടു. ഇത് ഞാൻ പറഞ്ഞതല്ല, താബിഈങ്ങളിൽ നിന്ന് നമുക്ക് റിവായത്ത് കാണാം. അംർ ബിൻ ശറാഹിൽ അശ്ശഅബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള താബിഈങ്ങൾ പറഞ്ഞത് കാണാം. യഹൂദികളാണ് ഈ ഖൗമിനെ ഉണ്ടാക്കിയത് തന്നെ. നസ്രാനികളുടെ യഥാർത്ഥ ദീൻ ഈസ അലൈഹിസ്സലാമിൻ്റെ ദീനിലായിരുന്ന അവരെ എങ്ങനെ നശിപ്പിച്ചോ അതുപോലെ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു സബഈനെ യഹൂദികളാണ് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് കടത്തിവിട്ടത്. റാഫിദികളെ അങ്ങനെയാണ് അവരുണ്ടാക്കിയത്, അങ്ങനെയാണ് ഷിയകൾ ഉണ്ടായത്. അവരാണ് അലി ബിൻ അബി താലിബിനെ ഇലാഹാണെന്ന് പറഞ്ഞത്. അലി ബിൻ അബി താലിബിൻ്റെ അടുത്ത് വന്നിട്ട് അവർ പറഞ്ഞു, അൻത ഹു, നിങ്ങൾ തന്നെയാണ് അവൻ. അലി ബിൻ അബി താലിബ് ചോദിച്ചു, മൻ അന, ഞാൻ ആര്? നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഇലാഹ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഖൗമിനെ കത്തിച്ചു കൊല്ലാൻ, കരിക്കാൻ ഉത്തരവിട്ടു. എന്നാണ് മനസ്സിലായില്ലേ? തീ കൊളുത്തി കൊല്ലാൻ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടു. സഹാബത്തിൽ ചിലർ പറഞ്ഞത് കാണാം, അലി ബിൻ അബി താലിബ് തീ കൊളുത്തി കൊല്ലാൻ ഉത്തരവിട്ടത് അതിൽ അലിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. ഇവിടെ കൊല്ലാൻ ഉത്തരവിടണം, അതിൽ യാതൊരു തർക്കവുമില്ല സഹാബത്തിനിടയിൽ. പിന്നെ എന്തിനാണ് തർക്കം? തീ കൊളുത്തി കൊല്ലരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യുഅദ്ദിബു ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ, നാറ് കൊണ്ട് തീ കൊണ്ട് ശിക്ഷിക്കാൻ തീയുടെ റബ്ബായ അള്ളാഹുവിന് അവകാശമുള്ളൂ എന്ന്. അതുകൊണ്ട് അലി ബിൻ അബി താലിബ് അങ്ങനെ ശിക്ഷിച്ചതിൽ സഹാബത്തിൽ ചിലർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു എന്നല്ലാതെ അവർക്ക് ശിക്ഷ നടപ്പാക്കിയതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. നോക്കണേ നിങ്ങൾ, ആ ഖൗം അവരാണ് റാഫിദികൾ. റാഫിദികളായി മാറിയത് അവരാണ്. മുസ്ലിം ഉമ്മത്തിൽ അന്നും ഇന്നും കുഴപ്പമുണ്ടാക്കുക, ഭിന്നിപ്പിക്കുക, മുസ്ലിമീങ്ങളെ ചിന്നിച്ചിതറിക്കുക, അതാണ് ആ ഖൗമിൻ്റെ സ്വഭാവം. സുബ്ഹാനല്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും കളവ് പറയുന്ന ആളുകൾ, കളവ് പ്രചരിപ്പിക്കുക. അക്ദബുന്നാസ്, അവരെ പോലെ കളവ് പ്രചരിപ്പിക്കാൻ വേറെ ആരുമില്ല. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് താബിഈ, അദ്ദേഹം പറഞ്ഞത് കാണാം, വേണമെങ്കിൽ എൻ്റെ ഈ വീട് മുഴുവൻ സ്വർണം അവർ നിറച്ചു തരും, ഈ വീട് ഒന്നാകെ സ്വർണം നിറച്ചു തരും, എന്ത് ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്താൽ, അലി ബിൻ അബി താലിബിൻ്റെ പേരിൽ ഞാൻ കുറച്ച് കളവുകൾ ഉണ്ടാക്കി അങ്ങ് പറഞ്ഞു കൊടുത്താൽ. കാരണം അദ്ദേഹം ഹദീസിൻ്റെ റാവിയാണ്. ഷാഫി റഹിമഹുല്ലാഹ് ഹദീസ് റിവായത്ത് ചെയ്യുന്ന റിപ്പോർട്ടറാണ്, മുസ്ലിമീങ്ങളിൽ ഹദീസിൽ സ്വീകാര്യനാണ്. അപ്പം അദ്ദേഹത്തെ അതിന് കിട്ടിയാൽ വേണമെങ്കിൽ ഈ വീട് മുഴുവൻ അവർ സ്വർണം എനിക്ക് നിറച്ചു തരും എന്ന് ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. അന്നും ഇന്നും കളവുകൾ പ്രചരിപ്പിക്കുക, കളവ് പ്രചരിപ്പിക്കുക. കളവ് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ പലരും സത്യമാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഈ ഖൗമും അവരുടെ വാലായി നടക്കുന്ന ആളുകളും പ്രചരിപ്പിച്ച കളവുകളാണ്. ഇൻഷാ അള്ളാഹ് ഞാനതിൽ ചിലതിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇതുകൊണ്ട് തന്നെ യഹൂദികളാണ് റാഫിദികളെ ഷിയാക്കളെ ഉണ്ടാക്കിയത് എന്നതുകൊണ്ട് നമുക്ക് പല നിലക്കും ഈ രണ്ട് ഖൗമിൽ ധാരാളം സാദൃശ്യങ്ങൾ കാണാം. ഒരേപോലെ പല കാര്യങ്ങളിലും നമുക്ക് ഷിയാക്കളെയും യഹൂദരെയും കാണാം. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, നാടകങ്ങളിൽ വഞ്ചിതരാകുന്ന ബുദ്ധിയില്ലാത്ത ആളുകളായി നമ്മൾ മാറരുത്. നമ്മൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം, നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ നാട്ടിൽ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങൾക്കെതിരിൽ അവരുടെ ശത്രുക്കൾ, സംഘപരിവാരവും അതുപോലുള്ള ആളുകളും എന്തെല്ലാം കളവുകൾ ദിനേന പ്രചരിപ്പിക്കുന്നുണ്ട്. ദിനേന അത് പൊളിക്കാൻ വേണ്ടി മാത്രം ആളുകൾ അവർ അതൊരു തൊഴിലാളി എടുത്ത് ജീവിക്കുന്നുണ്ട്. അഥവാ ഫേക്ക് ന്യൂസും യാഥാർത്ഥ്യം വേർതിരിക്കുക. ഇതിൽ ബഹുഭൂരിഭാഗം ഈ ആളുകൾ പടച്ചുവിടുന്നതാണ് മുസ്ലിമീങ്ങൾക്കെതിരിൽ. എന്തിനു വേണ്ടി? മുസ്ലിമീങ്ങളെ വെറുപ്പിക്കാൻ. അവരെ ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു കൂട്ടരാണ്, അവരാണ് നാട്ടിൽ കുഴപ്പക്കാർ, പ്രശ്നക്കാർ എന്ന് ധ്വനിപ്പിക്കാൻ നിരന്തരം വ്യാജ വാർത്തകൾ, കളവുകൾ ഉണ്ടാക്കിവിടുന്നു. തികച്ചും ഏച്ചുകെട്ടിയ, കൂട്ടിക്കെട്ടിയ ചിത്രങ്ങളും വീഡിയോകളൊക്കെ. ആർക്കാണ് ഇതറിയാത്തത്? നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഈ അടുത്ത കാലത്ത് ഉണ്ടായില്ല, വാട്സപ്പ് യൂണിവേഴ്സിറ്റി. എന്താണ്? കാരണം വാട്സപ്പിൽ വന്നിട്ട് ആളുകളെ പലതും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കളവുകൾ. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, മുസ്ലിമീങ്ങളെ നമുക്കിത് പരിചയമില്ലേ? നമ്മളിതറിയാത്ത ആളുകളല്ലോ നമ്മെക്കുറിച്ച് ഇങ്ങനെ പച്ച കളവുകൾ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഏതെങ്കിലും നാട്ടിൽ എന്തെങ്കിലും അക്രമം ചെയ്തത്
അത് ചിലപ്പോൾ ഒരു മുസ്ലിമീങ്ങൾ ചെയ്യുന്നതാണ്. മുസ്ലിമീങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചിലപ്പോൾ ഒരാൾക്ക് അയാൾ ജീവന് വേണ്ടി പെടയുമ്പോൾ സഹായിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ചിലപ്പോൾ. അത് ചിലപ്പോൾ ഒരു മുസ്ലിം ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ രൂപത്തിൽ പ്രചരിപ്പിക്കുക. എന്താണോ യാഥാർത്ഥ്യമാണ്, വസ്തുത അതിൻ്റെ നേരെ എതിര് പ്രചരിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് ആർക്കെങ്കിലും തർക്കമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഇതേ കാര്യം മുസ്ലിമീങ്ങളെക്കുറിച്ച്, അറബികളെക്കുറിച്ച്, വഹാബികളെന്ന് ഈ ആളുകൾ പേരിട്ട് വിളിക്കുന്നവരെ കുറിച്ച് ലോകത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ പിന്നെ റാഫിദുകളുണ്ട്. അതുകൊണ്ട് കേൾക്കുന്നതെല്ലാം വിശ്വസിക്കുന്ന, അതിൻ്റെ പിന്നാലെ എല്ലാം പോകുന്ന കാര്യം, ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം. ഞാൻ അതിലേക്ക് കൂടുതൽ വരാം. ഇപ്പം സൂചിപ്പിച്ചു എന്ന് മാത്രം. നിങ്ങൾ നോക്കൂ, യഹൂദികളിൽ, റാഫിദുകളിൽ ധാരാളം സാദൃശ്യങ്ങൾ നമുക്ക് അതുകൊണ്ട് കാണാം. ഉദാഹരണത്തിന്, യഹൂദികളുടെ, ജൂതന്മാരുടെ വിശ്വാസമാണ് അധികാരം, ഭരണം എന്ന് പറയുന്നത് എപ്പോഴും ആലു ദാവൂദിന് മാത്രമാണ്, ദാവൂദിൻ്റെ കുടുംബത്തിന് മാത്രം. നിങ്ങൾ നോക്കൂ, ജൂതരാഷ്ട്രത്തിൻ്റെ തലവന്മാർ അവരെപ്പോഴും അവരുടെ സംസാരങ്ങൾ നോക്കൂ, നമ്മുടെ ദാവൂദിൻ്റെ പാരമ്പര്യമാണ്, ദാവൂദിന്റെ അധികാരമാണ്. ഈ വാക്ക് നിരന്തരം ആവർത്തിക്കുന്നത് നമുക്ക് കാണാം. ദാവൂദിന്റെ കുടുംബത്തിന് അവകാശപ്പെട്ടതാണ് അധികാരം, രാഷ്ട്രം അവർക്ക് കീഴിലായിരിക്കണം എന്നിങ്ങനെയുള്ള വാദങ്ങൾ അവരുടെ വാദമാണ്. നിങ്ങൾ നോക്കൂ, സമാനമായ വാദം നമുക്ക് റാഫിദികളിൽ കാണാം. എന്താണ് റാഫിദികളുടെ വാദം? ഷീകളുടെ വാദം എന്താ? അധികാരം ആരുടെ കുടുംബത്തിന് മാത്രം? അലിയുടെ കുടുംബത്തിന് മാത്രം. റളിയല്ലാഹു അൻഹു. അധികാരം അത് അലിയുടെ കുടുംബത്തിന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിക്ക് അത് വസിയത്ത് നൽകിയിട്ടുണ്ട്. അലിക്ക് വസിയത്ത് നൽകിയിട്ടുണ്ട്. കളവാണ്, വല്ലാഹി കളവാണ്. അലി ഇബ്നു അബീ ത്വാലിബിനോട് ചോദിക്കുന്നുണ്ട്, സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടോ? അലി ഇബ്നു അബീ ത്വാലിബ് പറയുകയാണ്, ഇല്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സാധാരണ മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ളതല്ലാതെ ഒന്നും നമുക്ക് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, രഹസ്യമായി പറഞ്ഞു തന്നിട്ടില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നാൽ ഈ ഖൗമിൻ്റെ വാദം എന്താണ്? അലിയുടെ കുടുംബത്തിന് മാത്രമായിരിക്കണം അധികാരം എന്ന് പറയുന്നത്. സമാനമായി നിങ്ങൾക്ക് കാണാം, യഹൂദികൾ അവർ മസീഹുദ്ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാണ്. മസീഹുദ്ദജ്ജാലിന് വരാനുള്ള സാഹചര്യം ഒരുക്കി നിൽക്കുന്നവരാണ്. മസീഹുദ്ദജ്ജാലിൻ്റെ പിന്നിൽ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നവരാണ്. ഇപ്പുറത്ത് നിങ്ങൾ നോക്കൂ, റാഫിദികൾ ആരെയാണ് കാത്തിരിക്കുന്നത്? അവരുടെ മഹദിയെ കാത്തിരിക്കുന്നവരാണ്. അവരുടെ മഹദിയെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ അവർ പ്രതീക്ഷിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് വരുമെന്ന് പറഞ്ഞ മഹദിയുണ്ട്. അത് ഭരണാധികാരിയാണ്. കഅബക്കരികിൽ വെച്ച് മുസ്ലിമീങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യും. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിലാണ് ഇമാം മഹദി വരിക. ലോകത്ത് അനീതി നിറഞ്ഞതുപോലെ അതിനുശേഷം ലോകത്ത് നീതി നടപ്പാക്കും മഹദി. ആ മഹദി ഇവിടെ ജീവിച്ചിരിക്കുകയാണ്. മസീഹുദ്ദജ്ജാൽ വരിക, ഈസ അലൈഹിസ്സലാം വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന കാര്യമാണ്. അതിൻ്റെ പിന്നിൽ അതാലോചിച്ചപ്പോഴാണ് മഹദി വരിക. മഹദിയുടെ ഇപ്പോൾ എങ്ങാനും വന്നിട്ടുണ്ടാവുമോ? മഹദി എന്ന് പറയുന്ന ആളുകളൊക്കെ പിന്നാലെ പോകേണ്ട ഒരു ഗതികേട് മുസ്ലിമീങ്ങൾക്കില്ല. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, മഹദി നിൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ പോകുന്നുണ്ടാലും നീ മൈൻഡാക്കേണ്ട കാര്യമില്ല. മുസ്ലിമീങ്ങളെല്ലാവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്താൽ മാത്രമേ നീ കാര്യമാക്കേണ്ടുള്ളൂ. മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയായി അദ്ദേഹം വരും. കഅബക്കരികിൽ വെച്ച് മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യും. ഇതാരും അറിയാതെ അങ്ങനെ വരുന്ന എന്തെങ്കിലും കാര്യമല്ല, നിഗൂഢമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മറിച്ച് അത് അത്രയും പ്രകടമാകും, ആർക്കും സംശയമില്ലാത്ത വിധത്തിൽ. അതുകൊണ്ട് നിൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ മഹദി പോകുന്ന കണ്ടാൽ നീ കാര്യമാക്കേണ്ട എന്ന് സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള താബിഈങ്ങളുമെല്ലാം പറഞ്ഞത് കാണാം. കാരണം ചരിത്രത്തിൽ ഒരുപാട് കള്ള മഹദിമാർ വന്നിട്ടുണ്ട്. ഒരുപാട് പേർ അവർക്ക് പിന്നാലെ പോകേണ്ട ആവശ്യം മുസ്ലിമീങ്ങൾക്കില്ല. എന്നാൽ റാഫിദികളുടെ മഹദി എന്ന് പറയുന്നത് അത് വേറെ മഹദിയാണ്. അവരുടെ എണ്ണം പറഞ്ഞ ഇമാമിയങ്ങളുണ്ട്. ആ ഇമാമിയങ്ങൾ, അവരുടെ ആളുകൾ, അദ്ദേഹത്തിൻ്റെ പരമ്പര അങ്ങനെ എണ്ണി മഹദി വരും എന്നവർ പറഞ്ഞു. എന്ത് സംഭവിച്ചു? അതിൽ ഒരു ഇമാമിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മക്കളില്ല.
അദ്ദേഹത്തിന് മക്കളില്ല, ഹസൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ കൗമ് പറഞ്ഞു, അല്ല, അദ്ദേഹത്തിനൊരു മകൻ ഉണ്ടായിരുന്നു, മുഹമ്മദ് എന്നു പേരുള്ള, മുഹമ്മദ് ബിൻ ഹസൻ എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം എന്താണ്, എന്നിട്ട് ആൾക്ക് എന്ത് പറ്റി? ആൾ സമറയിലെ അല്ലെങ്കിൽ സുറമൻറ എന്നു പേരുള്ള ഒരു നാട്ടിലെ ഒരു സിർജാബിൽ, ഒരു തുരങ്കത്തിൽ, ഒരു മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് കൗമ് അവിടെ കാത്തിരിക്കുകയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ബുദ്ധിയുള്ള ആളുകൾ കേട്ടാൽ ഊറിച്ചിരിച്ചു പോകുന്ന വിഡ്ഢിത്തം. എന്നിട്ട് കൗമ അവിടെ കാത്തിരിക്കുന്നു. എന്നിട്ട് ഇടക്കിടക്ക് വിളിക്കും, ഉഖ്റുജി യാ മൗലാന, അവിടെ മുന്നിൽ നിന്നിട്ട് വിളിക്കും. പിന്നെയോ അവിടെ കുതിരയൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. എന്തിനാണ്? ആൾ വന്നാൽ ഇതിൽ കയറി പോകാൻ. അതുപോലെ ആയുധം എടുത്തിട്ട് അവിടെ സഹായികളായി കാത്തു നിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ബിംബങ്ങൾ വിളിക്കുന്ന ആളുകളെക്കാൾ വിവരം കെട്ട പ്രവൃത്തിയാണ്. കാരണം ബിംബങ്ങൾ വിളിക്കുന്നവർ ഒന്നുമില്ലെങ്കിൽ മുന്നിൽ കാണുന്ന ബിംബത്തിനാണ് വിളിക്കുന്നത്. അങ്ങനെ സാധനമെങ്കിലും മുന്നിലുണ്ട്. ഇതങ്ങനെ ഒരാളേ ഇല്ല, ഇല്ലാത്തതിനാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ഇനി അങ്ങനെ ഒരാളുണ്ട്, അതിനുള്ളിലുണ്ട് എന്ന് വന്നാൽ പോലും അള്ളാഹു വരാനൊരു സമയം നിശ്ചയിച്ച ആളാണ് എങ്കിൽ ആ സമയത്ത് വരും. നിങ്ങൾ വിളിച്ചു പോകുന്നത് എന്തിനാണ്? മാത്രമല്ല, അള്ളാഹു അങ്ങനെ ഒരു വിജയം നൽകുമെങ്കിൽ അള്ളാഹു അപ്പോൾ സഹായികളെയും വാഹനങ്ങളെയും ഒക്കെ കൊടുക്കും. നിങ്ങൾ അതിനവിടെ കെട്ടിടേണ്ട ആവശ്യം എന്താണ്? ഇങ്ങനെ സുബ്ഹാനല്ലാഹ് അങ്ങേയറ്റം വിവരം കെട്ട, അങ്ങേയറ്റം ബുദ്ധിശൂന്യമായ കാര്യങ്ങൾ ചെയ്ത് ആ മഹദിയെ കാത്തിരുന്ന് അതിനുവേണ്ടി സാഹചര്യം ഒരുക്കി, അതിനുവേണ്ടി മുസ്ലിം നാടുകൾ കീഴ്പ്പെടുത്താൻ കാത്തിരിക്കുന്ന കൗമാണിത്. യഹൂദികൾ മസീഹുദ് ദജ്ജാലിനെ കാത്തിരിക്കുന്നത് പോലെ, അതുപോലെ യഹൂദികൾ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്നത്, അവരല്ലാത്തവരെ കൊന്നൊടുക്കുന്നത് ഹലാലായി കാണുന്നവരാണ്. യഹൂദരുടെ വാദം എന്ന് പറഞ്ഞാൽ അവരല്ലാത്തവരുടെ, ഇസ്രായേലരല്ലാത്തവരുടെ രക്തവും സമ്പത്തും ഹലാലാണ്. അത് ചിന്തുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല, അത് കവർന്നെടുക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ലൈസ അലൈനാ ഫിൽ ഉമ്മീന സബീൽ, യഹൂദികളുടെ വാദം അതാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലൈസ അലൈനാ ഫിൽ ഉമ്മീന സബീൽ, ഈ ഉമ്മികൾക്കെതിരിൽ എന്തു ചെയ്താലും നമുക്ക് യാതൊരു കുറ്റമില്ല. ഉമ്മി എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ കിതാബ് നൽകപ്പെടാത്തവർ, അവരാണ് കിതാബ് നൽകപ്പെട്ടവർ, വേദക്കാർ. ഉമ്മികൾ എന്നാൽ കിതാബ് നൽകപ്പെടാത്തവർ, അറബികളും ഇസ്രായേലരല്ലാത്ത മുഴുവൻ ആളുകളും. അവരെ സംബന്ധിച്ചിടത്തോളം രക്തം ചിന്തിയാൽ ഒരു കുറ്റവുമില്ല, വഞ്ചന നടത്താം ഒരു കുറ്റവുമില്ല, അവരുടെ സമ്പത്ത് കവർന്നെടുക്കാം ഒരു കുറ്റവുമില്ല. ഇതാണ് ഇസ്രായേലരുടെ യഹൂദികളുടെ വിശ്വാസം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ആ കൗമ മുസ്ലിമീങ്ങൾക്കെതിരിൽ ചെയ്യുന്ന അതിക്രമങ്ങളും യുദ്ധവും കേവലം രാഷ്ട്രീയമോ കേവലം ഏതെങ്കിലും അതിർത്തി തർക്കമോ അല്ല, മറിച്ച് അത് ദീനിൻ്റെ പേരിലാണ്, ദീനിനു വേണ്ടിയാണ്. അവരത് ചെയ്യുന്നത് ഇബാദത്തായിട്ടാണ്. അവരുടെ ദീനിൻ്റെ ഭാഗമാണ് മുസ്ലിമീങ്ങളെ കൊല്ലുക എന്ന്, മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുക എന്നത്. സുബ്ഹാനല്ലാഹ്, ഇത് അതേപോലെ നമുക്ക് ആരിൽ കാണാം? റാഫിദികൾ, ഷിയകളിൽ നമുക്ക് കാണാം. അവരുടെ വിശ്വാസം എന്താണ്? അവരുടെ വിശ്വാസം അഹ്ലുസുന്നയെ കൊന്നൊടുക്കുക എന്നത് ഹലാലാണ്, അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. മുസ്ലിമീങ്ങൾ അവരല്ലാത്ത ബാക്കി സുന്നികൾ എന്നറിയപ്പെടുന്ന ബാക്കി ലോക മുസ്ലിമീങ്ങളെ കൊന്നെടുക്കലും അവരുടെ രക്തം ചിന്തലും അവരുടെ സമ്പത്ത് കവർന്നെടുക്കലും ഹലാലായി കാണുന്ന ആളുകളാണവർ. നോക്കൂ, അവരുടെ ആചാര്യന്മാർ, അവരുടെ ഇമാമുമാർ, റാഫിദികൾ പഠിപ്പിക്കുന്ന, ഉള്ളിലവർ പഠിപ്പിക്കുന്ന, അവരുടെ ദീൻ പഠിപ്പിക്കുന്നിടങ്ങളിൽ അവർ പഠിപ്പിക്കുന്ന, അവർ വായിക്കുന്ന അവരുടെ ഇമാമിങ്ങളുടെ കിതാബുകൾ നമുക്ക് കാണാം. തഖിയ്യത്ത് എന്ന അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി പുറമേക്ക് ഇറാൻ്റെ പ്രസ്താവനകളിലോ അവരുടെ പുറമേക്ക് വിടുന്ന രാഷ്ട്രീയ പ്രസ്താവനകളിലോ അവരുടെ നേതാക്കന്മാരുടെ വാക്കുകളിലോ ഇത് കാണുകയില്ല. കാരണം തഖിയ്യത്ത് ആ കൗമിൻ്റെ മറ്റൊരാശയമാണ്, മറച്ചുവെക്കുക എന്നത്. എന്നാൽ നോക്കൂ, അവരുടെ കിതാബുകളിൽ ഇതുണ്ട്. അവർ ഇമാമുമാരായി പാടിപ്പുകഴ്ത്തുന്നവരുടെ കിതാബിൽ ഇതുണ്ട്. അവരത് പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഏതാനും ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. അൽ മജ്ലിസി എന്നറിയപ്പെടുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ്, ഒരു ഇമാമാണ് അവരുടെ. അബു അബ്ദുല്ലാ മുഹമ്മദ് ബാഖിർ അൽ മജ്ലിസി എന്നാണ് അവരുടെ പേര്. അയാളുടെ ബിഹാറുൽ അൻവാർ എന്ന കിതാബിൽ നമുക്ക് കാണാം, ഷിയകളുടെ ഇമാമുമാരിൽ ഒരാളോട് ചോദിച്ചു, വലിയ ഇമാമുമാർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റുപറ്റാത്ത മാസൂമുകളാണ് അവരുടെ ഇമാമുമാർ, ഒരു തെറ്റും പറ്റാത്ത ഇമാമുമാരിൽ ഒരാളോട് ചോദിച്ചു,
മാ തഖൂലു ഫീ ഖത്ലിൻ നാസിബ്, ഒരു നാസിബിയെ കൊല്ലുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ആരാണ് ഷിയകളുടെ നാസിബി? സുന്നികളാണ്. നാസിബി എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് അലിയോട് ശത്രുത വെച്ച ആളുകൾ. ശത്രുത എന്ന് പറഞ്ഞാൽ എന്താ? അലിയുടെ ഇമാം, അവർ പറയുന്ന ഇമാമത്ത്, അവർ പറയുന്ന അലിയെക്കുറിച്ചുള്ള വിശ്വാസം വെച്ചു പുലർത്താത്തവരാരോ അവരൊക്കെ അവരുടെ വാദപ്രകാരം അലിയുടെ ശത്രുക്കളാണ്. അവരൊക്കെ നാസിബികളാണ്. അതാണ് ഷിയകളുടെ നാസിബി എന്ന് പറഞ്ഞാൽ. നാസിബിനെ കൊല്ലുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഖാൽ ഹലാലുദ്ദം. എന്താ മറുപടി? ഹലാലുദ്ദം, രക്തം ഹലാലാണ്, ഒരു പവിത്രതയുമില്ല. പക്ഷേ വലാകിന്നി അത്തഖി അലൈക്, പക്ഷെ കൊല്ലുമ്പോൾ നീ സൂക്ഷിക്കണം. വൈൻ ഖദർത അൻ തുഖല്ലിബ അലൈഹി ഹായിതൻ ഔ തുഗ്രിഖഹു ഫി മാഇൻ ലികൈ ലാ യശ്ഹദ ബിഹി അലൈക ഫഫഅൽ. നീ പിടിക്കപ്പെടാതെ നോക്കണം. മനസ്സിലായില്ലേ? നീയാണ് കൊന്നത് എന്ന് മനസ്സിലാകാതെ അവൻ്റെ മേലെ ഒരു കല്ല് മറിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ മൂക്കി കൊന്നിട്ടോ കൊല്ലാൻ സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്തു കൊള്ളുക. ബിഹാറുൽ അൻവാർ എന്ന റാഫിദികളുടെ ഇമാം അൽ മജ്ലിസി, അബു അബ്ദില്ല മുഹമ്മദ് ബാഖർ അൽ മജ്ലിസി എഴുതിയ കിതാബിലുള്ളതാണ്. റാഫിദികൾ പഠിപ്പിക്കുന്നതാണ്, അവർ പഠിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവരല്ലാത്തവരെ കൊല്ലുക എന്നത് അവർക്ക് ഹലാലാണ്, അവരുടെ രക്തം ഹലാലാണ്. അതുകൊണ്ട് നോക്കൂ, മറ്റൊരു അവരുടെ ഇമാം യൂസുഫ് അൽ ബഹ്റാനി എന്നുപേരുള്ളയാൾ എഴുതിയത് കാണാം. ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഇന്നക ഖദ് അറഫ്ത അന്ന അൽ അഖ്ബാർ അദ്ദാലത അലാ കുഫ്രിൽ മുഖാലിഫി വനസബിഹിം വനജാസതിഹിം വഇബാഹതി മാലിഹിം മിമ്മാ ലാ തുഹ്സാ കഥറ. റാഫിദികളോട് എതിർ അഭിപ്രായം വെച്ചു പുലർത്തുന്ന മുഖാലിഫ്, റാഫിദി അല്ലാത്തവൻ, ഷിയഈ അല്ലാത്തവൻ, അവൻ കാഫറാണ് എന്നതിനുള്ള തെളിവുകൾ അത്രയും ധാരാളമായി വന്നിട്ടുണ്ട്. അവൻ കാഫറാണ്, അവൻ നാസിബിയാൻ, മാത്രമല്ല അവൻ നജസാൻ. ഷിയകളുടെ സംബന്ധിച്ചിടത്തോളം, റാഫിദികളെ സംബന്ധിച്ചിടത്തോളം, സുന്നികളായ നമ്മൾ, ബാക്കി മുസ്ലിമീങ്ങളൊക്കെ നജസാൻ. വഇബാഹതി മാലിഹിം, അവരുടെ സമ്പത്ത് കവർന്നെടുക്കുക ഹലാലാണ്. ഇതിനുള്ള തെളിവുകൾ മിമ്മാ ലാ തുഹ്സാ കഥറ, അത്രയും അധികമുണ്ട് എന്നാണ്. മുതവാത്തിറായി മുസ്തഫീദായി അവരുടെ കിതാബുകളിൽ വന്നതാണ് എന്ന് നോക്കൂ. അൽ ഹദായിഖുൻ നാദിറ എന്ന കിതാബിൽ യൂസുഫ് അൽ ബഹ്റാനി രേഖപ്പെടുത്തുന്നു. മറ്റൊരാൾ നിങ്ങൾ നോക്കൂ, നിഅമത്തുല്ലാഹിൽ ജസായിരി, അയാളുടെ അൽ അൻവാറുൻ നുഅ്മാനിയ, ഞാൻ നേരത്തെ വായിച്ചത് അൽ ഹദായിഖുൻ നാദിറ എന്ന കിതാബിൽ നിന്നാണ്. യൂസുഫ് അൽ ബഹ്റാനി എന്ന ഷിയഈ ഇമാമാണ് എഴുതിയത്. അടുത്തത് നിഅമത്തുല്ലാഹിൽ ജസായിരി എന്ന അവരുടെ മറ്റൊരു ഇമാം അൽ അൻവാറുൻ നുഅ്മാനിയ എന്ന കിതാബിൽ എഴുതുന്നു, ഇന്നഹും, അഥവാ അഹ്ലുസുന്നത്തിനെ കുറിച്ച് പറയുകയാണ്, അവർ കുഫാറുൻ, കാഫറുകളാണ്, അൻജാസുൻ, നജസുകളാണ്, ബി ഇജ്മാഇ ഉലമാഇൽ ഇമാമിയ്യ, നമ്മുടെ ഇമാമിങ്ങളുടെ ഇജ്മാ ആണത്, ഒരഭിപ്രായ വ്യത്യാസമില്ല. എന്ത്? ബാക്കി മുസ്ലിമീങ്ങൾ അവർ കാഫറുകളും നജസുകളുമാണ്. വഇന്നഹും ഷർറും മിനൽ യഹൂദി വന്നസാറ, അവർ യഹൂദി നസറാനികളെക്കാളും മോശക്കാരാണ്. വഇന്ന കുഫറഹും ബിദ്ദാതി ലാ ബിൽ അർദ്, അവരുടെ കുഫർ അത് ദാത്തിലുള്ള കുഫറാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വന്നു ചേർന്നതൊന്നുമല്ല. അവർ ജനിക്കുമ്പോൾ തന്നെ ഒരുത്തൻ സുന്നിയാണോ അവൻ കാഫറാണ്, അവൻ നജസാണ് എന്ന് ആണ് ഇവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. റാഫിദികൾക്ക് വേണ്ടി വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അവർക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന, അവർക്ക് വേണ്ടി ചാനലുകളിൽ വന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നീ അവരുടെ വാദപ്രകാരം കാഫറും നജസുമാണ്. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ ഷിയകൾക്ക് വേണ്ടി, റാഫിദികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും അവരിൽ നിന്നുണ്ടായ ബാക്കി പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള കക്ഷികളൊക്കെ അവരുടെ വാദപ്രകാരം കാഫറുകളും നജസുകളുമാണ്. നിന്നെ കൊല്ലുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഹലാലാണ്, നിന്റെ രക്തം ഹലാലാണ്, നിന്റെ സമ്പത്ത് ഹലാലാണ്. എന്നിട്ട് ഈ ഖൗമിനെ കുറിച്ച് സുബ്ഹാനല്ലാഹ്, ഈ ഖൗമിനെ ന്യായീകരിക്കാൻ, അവരുടെ വീരവാദങ്ങൾ പാടിപ്പുകഴ്ത്താൻ, അവരിൽ ആരെങ്കിലും മരിച്ചു വീണാൽ അവരെ ഷഹീദെന്ന് വിളിക്കാൻ നടക്കുന്ന മുസ്ലിമീങ്ങളുടെ സ്ഥിതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ രക്തം അത് ഹലാലാണെന്ന് പറയുന്നതിൽ, നമ്മൾ കാഫറുകളും നജസുകളുമാണ് എന്ന് റാഫിദികൾ പറയുന്നതിൽ യഥാർത്ഥത്തിൽ അത്ഭുതമില്ല. കാരണം അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അവൻ്റെ നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കുറിച്ച് ഇത് വിശ്വസിക്കുന്ന ആളുകളാണ്. സഹാബത്തിനെ കുറിച്ച് السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان
റളിയല്ലാഹു അൻഹും വറദു അൻ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനും തൃപ്തിപ്പെട്ടു എന്ന് അള്ളാഹു പറഞ്ഞവർ. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം. അള്ളാഹു ആ മുഅ്മിനീങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ മരത്തിന് കീഴെ നബിയെ അങ്ങേക്ക് ബൈഅത്ത് അവർ ചെയ്യുമ്പോൾ അവരുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു എന്ന് റബ്ബ് പറഞ്ഞവർ അല്ലേ. വല്ലദീന മഅഹു, മുഹമ്മദ് നബിയുടെ കൂടെയുള്ളവർ എന്ന് അള്ളാഹു പറഞ്ഞവർ. നോക്കൂ, യഹൂദി നസ്രാനികളുടെ പഴയകാല കിതാബുകളിൽ പോലും, തൗറാത്തിലും ഇഞ്ചീലിലും പോലും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സഹാബത്തിന്റെ ശ്രേഷ്ഠത, അവരുടെ അടയാളങ്ങൾ, മുഹമ്മദ് നബിയുടെ അടയാളങ്ങൾ വന്നതുപോലെ കിതാബുകളിൽ തൗറാത്തിലും ഇഞ്ചീലിലും ആരുടെ അടയാളം വന്നിട്ടുണ്ട്? അബൂബക്കർ സിദ്ദീഖിന്റെ, ഉമറിന്റെ, സഹാബത്തിന്റെ അടയാളം വന്നിട്ടുണ്ട് എന്നാണ്. നസ്രാനികൾക്ക് ഇത് അറിയാമായിരുന്നു. നിങ്ങളറിയുമോ, പണ്ട് കാലത്ത് ഖുദ്സ്, ഫലസ്തീൻ, അത് നസ്രാനികളുടെ കൈവശമായിരുന്നു, ക്രൈസ്തവരുടെ കൈവശമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അങ്ങനെ നോക്കൂ, അവിടെ സഹാബത്ത് റളിയല്ലാഹു അൻഹും വന്നു. അങ്ങനെ നസ്രാനികൾ ഖുദ്സ് അവർക്ക് മുസ്ലിമീങ്ങൾക്ക് വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞു. പക്ഷെ നസ്രാനികൾ പറഞ്ഞു, നിങ്ങളുടെ അമീർ വരണം, നിങ്ങളുടെ അമീർ വരണം, അപ്പോഴാണ് നമ്മൾ വിട്ടുകൊടുക്കുക. അപ്പോൾ സഹാബത്തിൽ അന്ന് അവിടെ അമീറായി ഉണ്ടായ ആളെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ നസ്രാനികൾ, അവിടെയുള്ള ക്രൈസ്തവ പുരോഹിതന്മാർ പറഞ്ഞു, ഇല്ല, ഇദ്ദേഹത്തിന് നമ്മൾ വിട്ടുകൊടുക്കുകയില്ല, കാരണം നമ്മുടെ കിതാബിൽ പറഞ്ഞ അടയാളങ്ങൾ ഇദ്ദേഹത്തിനില്ല. അപ്പോൾ മുസ്ലിമീങ്ങൾ പറഞ്ഞു, എങ്കിൽ ഈ അമീറിന് വേറൊരു അമീറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ അദ്ദേഹം വരട്ടെ. അങ്ങനെയാണ് ഫലസ്തീനിൽ ചരിത്ര പ്രസിദ്ധമായ ആ യാത്ര, ആ വരവ് ആര് വരുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് ഉമറിനെ കണ്ടപ്പോൾ നസ്രാനികൾ പറഞ്ഞു, ഇതാണ് അദ്ദേഹം, നമ്മുടെ കിതാബിൽ പറഞ്ഞ ആൾ ഇദ്ദേഹമാണ്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബിന് ഖുദ്സ്, ഫലസ്തീൻ നസ്രാനികളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരുടെ കിതാബിൽ തൗറാത്തിലും ഇഞ്ചീലിലും പേര് പറയപ്പെട്ട സഹാബത്തിനെ, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരെ, നബിയുടെ വലത്തും ഇടത്തും ഉണ്ടായിരുന്നവരെ, നബിക്ക് മുന്നിൽ വരുന്ന അമ്പുകൾക്ക് നേരെ നെഞ്ചു വിരിച്ചു നിന്ന സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന, അവർക്ക് നേരെ ശാപവാക്കുകൾ പറയുന്ന, അവരെക്കുറിച്ച് വൃത്തികേടുകൾ പറയുന്ന, അവർ കാഫറുകളാണെന്ന് വിശ്വസിക്കുന്ന ഇവർ നമ്മെ അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്ത് അത്ഭുതമാണുള്ളത്. നമുക്ക് അവർക്കിടയിൽ സൽപ്പേര് ആയാലാണ് നമ്മൾ പേടിക്കേണ്ടത്. മനസ്സിലായില്ലേ? റാഫിദർക്ക് നമ്മെക്കുറിച്ചൊരു നല്ല പേരാണെങ്കിൽ നമ്മൾ പേടിക്കണം, നമുക്കെന്ത് കുഴപ്പമുണ്ട്? കാരണം ഇത്രയും നല്ല ആളുകളെ മോശക്കാരായി അവർ പറഞ്ഞെങ്കിൽ നമ്മെ അവർ ഒരിക്കലും നല്ലതായി എണ്ണുകയില്ല. അപ്പോൾ സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിക്കുക, ഇത്ര അതിക്രമങ്ങൾ ചരിത്രത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ളവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ചെയ്തത് കൂടാതെ ചരിത്രത്തിൽ എത്രയോ ചെയ്തിട്ടുണ്ട്. ഖുദ്സ്, ഫലസ്തീൻ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഏറ്റവും കാരണമായത്, മുസ്ലിമീങ്ങൾ പിന്നീട് അത് തിരിച്ചു പിടിക്കുന്നതിന് മുൻപ് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കാലത്ത് കിട്ടിയതിനു ശേഷം നഷ്ടപ്പെടുകയും പിന്നെ തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുൻപ് നഷ്ടപ്പെടാൻ വലിയ കാരണക്കാർ റാഫിദികളായിരുന്നു, ഷിയകളായിരുന്നു. അവരതിന് വലിയ സഹായം ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ ഖുദ്സിനോട് ചതി ചെയ്തവരാണവർ. അപ്പോൾ നോക്കൂ, ആ ഖൗം ചരിത്രത്തിൽ ചെയ്തത് കൂടാതെ നിങ്ങൾ നോക്കൂ, ആധുനിക കാലത്ത് നമ്മുടെ എല്ലാം കൺമുന്നിൽ നമ്മൾ ജീവിച്ച കാലത്താണ്, നമ്മുടെ പൂർവ്വപിതാക്കൾ ജീവിച്ച കാലത്ത് കൂടിയല്ല, നമ്മളൊക്കെ കണ്ടതാണ്. ഈ റബീഉൽ അറബി എന്ന് പേരിട്ട് ഈ ആളുകൾ വിളിച്ച, അറബ് വസന്തം എന്ന് പേരിട്ട് വിളിച്ച കുഴപ്പങ്ങളുടെ കൂടെ സിറിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ നോക്കൂ, എന്താണ് ചെയ്തത്? സുബ്ഹാനല്ലാഹ്, യഹൂദികളെ കടത്തിവെട്ടുന്ന രൂപത്തിൽ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ ബഷാറുൽ അസദും അവൻ്റെ സൈന്യവും അവന് സൈന്യങ്ങൾ അയച്ചു കൊടുത്ത് സഹായിച്ച ഇറാനും റാഫിദുകളും കൊന്നൊടുക്കി. കുട്ടികളെ, സ്ത്രീകളെ, പുരുഷന്മാരെ, വൃദ്ധന്മാരെ ഒക്കെ കൊന്നൊടുക്കി. എങ്ങനെയാണ് കൊന്നൊടുക്കിയത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യഹൂദികൾ ചെയ്തതുപോലെ ഇബാദത്തായിട്ടാണ് ചെയ്തത്. മനസ്സിലായില്ല? അവരുടെ ഇബാദത്തായിട്ടാണ് ചെയ്തത്. നമ്മുടെ കുട്ടികളെ കഴുത്തറക്കുക എന്നത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കർമ്മമായിരുന്നു റാഫിദുക്ക്, ഷിയയ്ക്ക്. ഇത് നമ്മുടെ കൺമുന്നിൽ നടന്നതാണ്, ഏതെങ്കിലും കാലത്ത് നടന്നതല്ല, ചരിത്രത്തിൽ ഏതോ കാലത്തുണ്ടായതാണ് അല്ല, നമ്മുടെ മുന്നിൽ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതിന് നേതൃത്വം കൊടുത്തവരും
അതിൽ പങ്കാളികളായവരും മുസ്ലിമീങ്ങളുടെ രക്തം കയ്യിൽ പുരണ്ടവരും അതുപോലെ അവരെപ്പോലെ മുസ്ലിമീങ്ങളുടെ രക്തം കയ്യിൽ പുരണ്ട വേറൊരു കൂട്ടരും യഹൂദികളും റാഫിദുകളും തമ്മിൽ യുദ്ധമുണ്ടായാൽ മുസ്ലിമീങ്ങൾ എന്താണ് അത് കാണുമ്പോൾ പറയുക? ബുദ്ധിയുള്ളൊരു മനുഷ്യൻ, രണ്ട് അതിക്രമികൾ, രണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അള്ളാഹുവിൻ്റെ രണ്ട് ശത്രുക്കൾ പരസ്പരം പോരടിക്കുന്നു എന്നതല്ലാതെ എന്താണ് ഒരു മുസ്ലിമിന് പറയാൻ സാധിക്കുക? എന്താണ് ഒരു മുസ്ലിമിന് നിലപാട് സ്വീകരിക്കാൻ സാധിക്കുക? പക്ഷേ സുബ്ഹാനല്ലാഹ്, ഖേദകരമെന്ന് പറയട്ടെ, അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾ ഹിദായത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾ, സാധാരണക്കാരായ ആളുകൾ എത്രയോ പേർ ഈ വിഷയത്തിൽ അങ്ങേയറ്റത്തെ അന്ധതയിൽ, അങ്ങേയറ്റത്തെ തെറ്റിദ്ധാരണകളിൽ, വഞ്ചനയിൽ അകപ്പെട്ടിരിക്കാൻ. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ കൂടുതൽ സ്വാധീനമുള്ള പത്രവും ചാനലുമൊക്കെ ആരുടെ കയ്യിലാണോ അവരുടെ സ്വാധീനമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം സുബ്ഹാനല്ലാഹ് നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങളെ സാധാരണക്കാരെ എത്തിച്ചിരിക്കുന്ന ഈ വിഷയത്തിലെ വഴികേടും അജ്ഞതയും അത് ചില്ലറയല്ല. എന്നിട്ട് അവർ പറയുന്ന വാക്കുകൾ, പ്രിയ സഹോദരങ്ങളെ, അതിൻ്റെ ആഴവും അത് ചെന്ന് തറക്കുന്ന അതിൻ്റെ വ്യാപ്തിയും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾ ഇതിന് പറയേണ്ടി വരുന്ന മറുപടിയെക്കുറിച്ച് നിങ്ങൾ ഓർത്തിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ. റാഫിദുകളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് മുസ്ലിമീങ്ങളെ ഈ അവസ്ഥയിലെത്തിച്ചത്? അതിന് വളരെ പ്രധാനപ്പെട്ട കാരണം, അതിനുള്ള സ്വാധീനം അത് മൗദൂദിയുടെ ജമാഅത്ത് ഇസ്ലാമിയാണ്. കാരണം മൗദൂദിയുടെ റാഫിദുകളോടുള്ള പ്രേമം, അതുപോലെ മൗദൂദിയാൽ സ്വാധീനിക്കപ്പെട്ട സയ്യിദ് ഖുത്ബിൻ്റെ, ഹസനുൽ ബന്നയുടെ, നമ്മുടെ നാട്ടിലെ ജമാഅത്ത് ഇസ്ലാമി എന്താണോ അതാണ് പുറമേയുള്ള നാടുകളിൽ, അറബ് നാടുകളിൽ ഖവാൻ മുസ്ലിമൂൻ, അതിൻ്റെ നേതാക്കന്മാർ, അവർക്ക് റാഫിദുകളോടുള്ള നിലപാട് എന്താണോ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാം. അവർ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മൾ അവർ അംഗീകരിക്കുന്നു. ബാക്കിയൊക്കെ ശാഖാപരമായ പ്രശ്നങ്ങളാണ്. ഹസനുൽ ബന്ന റാഫിദുകളെ കുറിച്ച് പറഞ്ഞതാണ്. നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന റാഫിദുകളെ, ഷിയകളെ കുറിച്ച് ഖ്വാൻ്റെ നേതാവ് ഹസനുൽ ബന്ന പറഞ്ഞിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മൾ അവർ അംഗീകരിക്കുന്നു. ബാക്കിയൊക്കെ ശാഖാപരമായ പ്രശ്നങ്ങൾ മാത്രം. എന്തൊക്കെയാണ് ശാഖാപരം? അലി ഇബ്നു അബീ താലിബ് ഇലാഹാണെന്ന് വിശ്വസിക്കുന്നവർ, അള്ളാഹുവിൻ്റെ അവതാരമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ശാഖാപരം. അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും കാഫിറാണെന്ന് വിശ്വസിക്കുന്നവർ, ശാഖാപരം. നമ്മുടെ ഉമ്മയെ ഒരിക്കലും പറയാനൊരു മുസ്ലിമിന് സാധിക്കാത്ത ആരോപണം ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന, അത് വിശ്വസിക്കുന്നവരാണ് റാഫിദികൾ, ശാഖാപരം. ഹസൻ ബന്നക്കത് ശാഖാപരം. അതുകൊണ്ട് ഈ ആളുകൾ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ ഖവാൻ മുസ്ലിമൂൻ, അവരിൽ നിന്നുണ്ടായ കക്ഷികൾ, നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫ്രണ്ടും, അതുപോലെ പിന്നെന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം, ഇതൊക്കെ റാഫിദുകളെ പുകഴ്ത്തുന്നത് അത്ഭുതമില്ല. കാരണം അവരുടെ ആശയം അതാണ്. ഇവരോടാണ് എന്നും അവരുടെ സ്നേഹബന്ധവും അവരുടെ കൂട്ടുമൊക്കെ അവരുമായിട്ടാണ്. പക്ഷെ സുബ്ഹാനല്ലാഹ്, മുസ്ലിമീങ്ങൾ, സാധാരണക്കാരായ ആളുകൾ അതിൽ പെട്ടുപോകുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ നിങ്ങൾ നോക്കൂ, ഈ കാലത്ത് അറബ് നാടുകൾ, മുസ്ലിം രാജ്യങ്ങൾ, ഗൾഫ് നാടുകൾ, അവിടേക്ക് റാഫിദുകളുടെ നാട്ടിൽ നിന്ന്, ഇറാനിൽ നിന്ന് ആക്രമണമുണ്ടാകുമ്പോൾ, മിസൈലുകൾ വന്ന് പതിക്കുമ്പോൾ, അതിൻ്റെ ശബ്ദങ്ങൾ ആ നാടുകളെ പിടിച്ചു കുലുക്കുമ്പോൾ, കുട്ടികൾ അത് കേട്ട് കരയുമ്പോൾ, ജനങ്ങളുടെ യാത്ര മുടങ്ങുമ്പോൾ, ആളുകൾ കൊല്ലപ്പെടുമ്പോൾ, ആളുകൾ ഭീതിയിലാകുമ്പോൾ, സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ, നമ്മുടെ നാട്ടിലെ വിവരമില്ലാത്ത പലരും അത് പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ പറയുകയാണ്, അതിനനുകൂലിക്കുന്ന വാക്കുകൾ പറയുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിന് വളം വെച്ചു കൊടുക്കുന്ന ആളുകൾ, യാതൊരു സംശയമില്ല, അതിന് ദീനിൻ്റെ തെളിവുകൾ, ന്യായങ്ങൾ സമർത്ഥിച്ചു കൊടുക്കുന്നവർ പ്രധാനമായും ഈ വിഭാഗമാണ്, ജമാഅത്ത് ഇസ്ലാമിയാണ്. നിങ്ങൾ നോക്കൂ, ഈ സമയത്ത് അവരുടെ ഒരു നേതാവ് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് ഞങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, അയാൾ സോഷ്യൽ മീഡിയയിൽ എഴുതുകയാണ്. ഞാൻ അയാളുടെ വാക്കുകളാണ് വായിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക. യഹൂദിയത്തും നസറാനിയത്തും നിഫാഖും കൂട്ടുമുന്നണിയായ ലോകത്ത്. ഇത് ഒരാഴ്ച ഈ ഒരു സമയത്ത് എഴുതിയതാണ്. യഹൂദിയത്തും നസറാനിയത്തും നിഫാഖും കൂട്ടുമുന്നണിയായ ലോകത്ത് ശത്രുകേന്ദ്രങ്ങൾ യുദ്ധലക്ഷ്യമാവുക എന്നത് സ്വാഭാവികമാണ്. ഇവിടെ ഈ മുസ്ലിം നാടുകൾ, ഗൾഫ് നാടുകൾ ആക്രമിക്കുന്നതിനെ കുറിച്ചാണ് എഴുതുന്നത്.
മനസ്സിലായി? ഇതൊക്കെ യഹൂദിയും നസ്രാനിയും പിന്നെ മുനാഫികളൊക്കെ കൂടിയതാണ്. അതുകൊണ്ട് ഇവിടെ ആക്രമിക്കുക എന്നത് സ്വാഭാവികമാണ്. ബാക്കി നിങ്ങൾ ശ്രദ്ധിക്കാൾ പറയുന്നത്, അവിടെ എവിടെയോ എൻ്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ കഫ്തീരയും ബക്കാലയും നടത്തുന്നുണ്ടല്ലോ എന്ന് കരുതി നിലപാടിൽ വെള്ളം ചേർക്കാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തുന്നത്, മുസ്ലിമീങ്ങളുടെ കുട്ടികൾ പേടിച്ച് നിലവിളിക്കുന്നത്, അവരുടെ യാത്ര മുടങ്ങുന്നത്, അവരുടെ നാടുകൾ അവിടെ പ്രശ്നമുണ്ടാകുന്നത് ഈ ഖൗമിന് എത്ര നിസാരമാണ്. എന്നിട്ട് എഴുതിയത് എന്താണ്? യഹൂദിയത്തും നസറാനിയത്തും നിഫാഖും കൂട്ടുമുന്നണിയായ ലോകത്ത് ഇതൊക്കെ സ്വാഭാവികമാണ്. അത് നമുക്ക് പറയാനുള്ളത് അതാണ്. ഇതൊക്കെ സ്വാഭാവികമാണ്. നിങ്ങളിത് പറയുക സ്വാഭാവികമാണ്. കാരണം റാഫിദിയത്തും മൗദൂദിയത്തും നിഫാഖും കൂട്ടുമുന്നണിയായ ഈ കാലത്ത് ഇതൊക്കെ നിങ്ങൾ പറയുക സ്വാഭാവികമാണ്. അതാണ് നമുക്ക് പറയാനുള്ള മറുപടി. അതാണ്. അതുപോലെ ഇയാൾ വേറൊരു സ്ഥലത്ത് എഴുതിയത് അത് കൂടാതെ തൊട്ട് അടുത്ത് തന്നെ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്. എന്ത്? ഇറാൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഗൾഫ് നാടുകളൊക്കെ ഇതൊക്കെ അമേരിക്ക തന്നെയാണ്. മനസ്സിലായില്ലേ? ഈ നാടുകളൊക്കെ അമേരിക്കനാണ് എഴുതിയത്. ഞാൻ വായിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുണ്ടോ അതൊക്കെ അമേരിക്ക തന്നെയാണ്. ഇതൊക്കെ അമേരിക്കയാണ്. എത്ര എളുപ്പമാണ് മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തുക, ആളുകൾ മരിച്ചു വീഴുക എന്നത് എത്ര നിസാരമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ആളുകളുടെ രക്തം നിസാരമല്ല, മുസ്ലിമീങ്ങളുടെ രക്തം നിസാരമല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലസവാലു ദുനിയ അഹ്വനു ഇൻദല്ലാഹി മിൻ ഖത്ലി റജുലിൻ മുസ്ലിം. ലസവാലു ദുനിയ അഹ്വനു അലല്ലാഹ് മിൻ ഖത്ലി റജുലിൻ മുസ്ലിം. ഒരു മുസ്ലിമായ മനുഷ്യൻ കൊല്ലപ്പെടുക എന്നതിനോട് ലോകം ഒന്നാകെ പോയി പോകുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിസാരമാണെന്നാണ്. അത്രയും പ്രാധാന്യമുണ്ട്, അത്രയും ഗൗരവമുണ്ട് മുസ്ലിമീങ്ങളുടെ രക്തത്തിന്. മുസ്ലിമീങ്ങളുമായി കരാറിൽ കഴിയുന്ന, അമാൻ കൊണ്ട് മുസ്ലിമീങ്ങളുമായുള്ള പരസ്പരം ധാരണയിൽ കഴിയുന്നതിൻ്റെ പേരിൽ, അങ്ങനെയുള്ള കരാറുകളുടെ പരസ്പര ധാരണയുടെ പേരിൽ അമാൻ നൽകപ്പെട്ട ആളുകളുടെ രക്തത്തിന് ഇസ്ലാമിൽ വലിയ ഗൗരവമുണ്ടത്, നിസാരമുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫി ബലദിക്കും ഹാദാ വഫി ശഹരിക്കും ഹാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദുൽഹിജ്ജ 10 പവിത്രമായ ദിനത്തിൽ നബി പറയുകയാണ്, കഅബയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്നാൽ ഈ ഖൗമിന് ഇതൊന്നും പ്രാധാന്യമില്ലാത്ത കാര്യം. ഇതൊക്കെ നിസാരമാണ്. മുസ്ലിം നാടുകൾ, അവിടെ ആക്രമണം ഉണ്ടാവുക നിസാരമാണ്. കഅബയേക്കാൾ പവിത്രമാണെന്നാണ് മുസ്ലിമിൻ്റെ രക്തം എന്ന് പറയും. എന്നാൽ ഈ ഖൗമിനെ സംബന്ധിച്ചിടത്തോളം, റാഫിദികളെ സംബന്ധിച്ചിടത്തോളം കഅബയ്ക്ക് എന്ത് പവിത്രതയാണുള്ളത്? ഒരു പവിത്രതയുമില്ല. കഅബയ്ക്ക് തന്നെ പവിത്രതയില്ല. അതുകൊണ്ടാണ് ചരിത്രത്തിൽ റാഫിദികൾ, ഷിയകൾ, അവരുടെ മുൻഗാമികൾ എത്ര തവണയാണ് കഅബ ആക്രമിച്ചിട്ടുള്ളത്, മസ്ജിദുൽ ഹറാം ആക്രമിച്ചിട്ടുള്ളത്. നിങ്ങൾ ചരിത്രം എടുത്തു നോക്കൂ. ആധുനിക കാലത്ത് അതൊക്കെ കിട്ടാൻ എത്ര എളുപ്പമാണ്. നിങ്ങൾ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്ക്. എത്ര തവണ ഹജറുൽ അസ്വദ് അത് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് പറിച്ചെടുത്ത് കട്ടുകൊണ്ടുപോയ ഒരു ഖൗമിനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കും. ഈ ഖൗമാണ്, റാഫിദികളാണ്, അവരുടെ മുൻഗാമികളാണ്. എന്തിന്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കുറച്ചു കാലം മുൻപ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കണ്ണും കാതും ഒക്കെ നമുക്ക് മുളച്ചതിന് ശേഷം നമ്മൾ കണ്ട വാർത്തയല്ലേ, കഅബയ്ക്ക് നേരെ എത്ര തവണ ഹൂഥികൾ മിസൈലുകൾ അയച്ചു. കഅബയ്ക്ക് നേരെ, അള്ളാഹുവിൻ്റെ ബൈത്തിന് നേരെ. നിങ്ങളിൽ ആരെങ്കിലും ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാർ അതിനെതിരിൽ പ്രതികരിച്ചത് കണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാ അന്താരാഷ്ട്ര വിഷയത്തിലും പ്രതികരിക്കുന്ന, പൂച്ച വറ്റാലും പാറ്റ ചത്താലും ഒക്കെ ഐക്യദാർഢ്യവും അതുപോലെ സമരമൊക്കെ നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രസ്താവന ഇറക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മീഡിയ വണ്ടിയിൽ ഇരുന്നത് അതിൻ്റെ ആളുകൾ ചർച്ച ചെയ്യുന്നത്, ദാവൂദ് മറ്റതൊക്കെ ഇരുന്നിട്ട് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഅബയ്ക്ക് നേരെ മിസൈൽ അയച്ചപ്പോൾ ഇല്ല. അപ്പം നോക്കൂ ഖൗമിൻ്റെ താല്പര്യം. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? മീഡിയ വണ്ടിയിൽ ഇരുന്നത് ദാവൂദൊക്കെ ഇറാൻ്റെ സ്പോക്സ്മാനെ പോലെയാണ് സംസാരിക്കുന്നത്. ഇറാൻ്റെ വക്താവായിട്ടിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അയാൾ ഇപ്പോൾ പറഞ്ഞത് അത് ഇറാൻ്റെ സ്ട്രാറ്റജിയാണ്. എന്ത്? ഗൾഫ് നാടുകളെ ആക്രമിക്കാൻ ഇറാൻ്റെ സ്ട്രാറ്റജിയാണ്. കാരണം അങ്ങനെ ആക്രമിച്ചാൽ അതോടെ അമേരിക്ക ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ സമ്മർദ്ദം കൊണ്ട് ഈ ഇറാനെതിരെയുള്ള ആക്രമണം നിർത്തി. എത്ര നിസാരമായിട്ടാണ് ഈ പറയുന്നത് നോക്കി. അവനവൻ്റെ വീട്ടിൻ്റെ
ജനാലച്ചില്ല ഒരാൾ കല്ലെറിഞ്ഞ് പൊളിച്ചാൽ മനസ്സിലാവും നിർഭയത്വത്തിൻ്റെ വില എന്താണ്. മനസ്സിലായില്ലേ? സ്വന്തം താമസിക്കുന്ന വീട്ടിൻ്റെ ജനാലയ്ക്ക് നേരെ ഒരുവൻ കല്ലെറിഞ്ഞാൽ അത് പൊളിഞ്ഞു വീണാൽ മനസ്സിലാവും എന്താണ് നിർഭയത്വത്തിൻ്റെ വിലയെന്ന്. ആളുകൾ സമാധാനത്തോടെ താമസിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ അവിടെ മിസൈലുകൾ വന്ന് വീഴുക. സഹോദരങ്ങൾ, അത് അനുഭവിക്കാത്ത ആളുകൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവുകയില്ല. നിങ്ങൾ വിളിച്ചു ചോദിച്ചു നോക്കൂ. ഇപ്പം അത് നടക്കുന്ന നാടുകളിൽ താമസിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പലരുടെയും കുട്ടികൾ പേടിച്ച് കരയുകയാണ് ശബ്ദം കേട്ടിട്ട്. എന്നിട്ട് അതിനാണ് ഇവൻ നിസാരമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി വാദിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്? ഈ വഞ്ചകന്മാർക്കും അക്രമികൾക്കും വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞത് വലാ തകുല്ലിൽ ഖായിനീന ഖസീമ, നീ വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവരാകരുത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ നോക്കൂ, കഅബ ആക്രമിച്ചാൽ യാതൊരു കുഴപ്പമില്ല, കാരണം ഒക്കെ അമേരിക്കയല്ലേ, അതെഴുതിയതൊക്കെ അമേരിക്കയാണെന്നാണ്. പിന്നെന്താണ് കുഴപ്പം? മനസ്സിലായില്ലേ? കുഫറിൻ്റെ നാടുകൾ, ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുഫറിൻ്റെ രാജ്യങ്ങളും ഹയ്യ അല സലാ ഹയ്യ അലൽ ഫലാ എന്ന് 5 നേരം വിളിക്കുന്ന നാടുകളും ഒരുപോലെയാണെന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ ബുദ്ധി എവിടെയാണ് പോയത്? എവിടെ കൂട്ടരുടെ ബുദ്ധി? ഈ വലിയ സാഹിത്യവും വലിയ വലിയ വർത്താനൊക്കെ പറയുന്നുണ്ടോ ചാനലിൽ ഇരുന്നിട്ട്? എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളിലും വിലയിരുത്തലുകൾ നടത്തുന്നുണ്ടല്ലോ, അല്ലേ? ജമാഅത്തുകാരൻ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ്, വേറെ എവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇത്ര ആഴത്തിലുള്ള രാഷ്ട്രീയ ചർച്ച. മീഡിയ മുന്നിൽ കാണുന്ന പോലെ അത്ര ആഴത്തിലും കൃത്യമായൊക്കെ വിലയിരുത്തുന്ന വേറെ ആരെങ്കിലും കാണാൻ സാധിക്കും? ഒരു ചാനലും ഉണ്ടാവില്ല. പക്ഷെ നോക്കി, ദീനിൻ്റെ ഈ അടിസ്ഥാന പാഠം പഠിച്ചെടുക്കാനുള്ള ബുദ്ധി ഇല്ലാതായിപ്പോയി. നിർഭയത്വത്തിൻ്റെ വില മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാതായിപ്പോയി. ആളുകളെ തെരുവിലിറക്കാൻ നടക്കാൻ. ഞാൻ നേരത്തെ വായിച്ച നേതാവുണ്ടല്ലോ, ആളൊരിക്കൽ എഴുതിയത്, സോഷ്യൽ മീഡിയയിൽ എഴുതിയത്, നമ്മുടെ നാട്ടിലെവിടെയുള്ള സമരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എഴുതുകയാണെന്നത്, നമ്മുടെ ആളുകളെ തെരുവിലേക്ക് ഇറക്കാൻ ഇനിയും നമ്മൾ എത്ര കാലം പണിയെടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഖൗമിൻ്റെ പ്രധാനപ്പെട്ട അവരുടെ ദീനെന്ന് പറയുന്നത് വിപ്ലവങ്ങളാണ്, ഭരണാധികാരികൾക്കെതിരെയുള്ള ഇറങ്ങി പുറപ്പെടലുകളാണ്. മുസ്ലിം നാടുകളിൽ അതുണ്ടാക്കിയ നാശങ്ങൾ ഒരാൾക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. മുസ്ലിമീങ്ങളല്ലാത്തവരുടെ നാട്ടിൽ സർവായുധ സജ്ജരായി നിൽക്കുന്ന സുസ്ഥിരമായ ഗവൺമെൻറ്റുള്ള നാടുകളിൽ മുസ്ലിമീങ്ങൾ അങ്ങനെ ഇറങ്ങാൻ പാടുണ്ടോ? മുസ്ലിമീങ്ങളാണ് നശിക്കുക. മനസ്സിലായില്ലേ? മുസ്ലിമീങ്ങൾ നശിക്കുകയാണ് ചെയ്യുക. എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ എവിടെ മാത്രം പറ്റൂല? അത് ഇറാനിൽ മാത്രം പറ്റൂല. ഇറാനിൽ ഭരണകൂടത്തിനെതിരിൽ ഇറങ്ങിയാൽ അത് സാമ്രാജ്യത്വ ഗൂഢാലോചനയാണ്. അത് അവർക്കെതിരിൽ അവിടെ ആളുകളെ അമേരിക്കയും മറ്റൊക്കെ ഇളക്കിവിടുന്നതാണ്. ഭരണകൂടം ശരിയുടെ ഭാഗത്താണ്. കാരണം നോക്ക്, ഇങ്ങനെ ഒരു യജമാന സ്നേഹം സുബ്ഹാനല്ലാഹ് വേറെ എവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക്? ഇങ്ങനെ ഒരു യജമാന സ്നേഹം വെച്ചു പുലർത്തുന്ന ഒരു കൗമിനെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. സങ്കടകരം പ്രിയ സഹോദരങ്ങളെ, ഈ ആശയത്തിൽ നമ്മുടെ നാട്ടിലെ പല ആളുകളും, സാധാരണക്കാരായ ആളുകൾ, ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടത്തിലല്ലാത്ത ആളുകൾ വീണുപോയി എന്നതിനാണ് നമ്മളിത് പറയുന്നത്. നമ്മൾ ജമാഅത്തിനെ വിമർശിക്കുന്നത്, പ്രിയ സഹോദരങ്ങളെ, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഈ നമ്മുടെ നാട്ടിലെ ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളായി സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള, മുസ്ലിമീങ്ങൾ അപകടപ്പെടുത്താൻ നടക്കുന്ന സംഘപരിവാറോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളോ ഒക്കെ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കുന്ന ഒരു രൂപമുണ്ടല്ലോ. എന്താണ് അവരുടെ രീതി എന്ന് പറയുന്നത്? ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കും, പക്ഷേ ഉദ്ദേശം മുസ്ലിമീങ്ങളാണ്. ജമാഅത്ത് ഇസ്ലാമിയെ മുന്നിൽ വെച്ച് മുസ്ലിമീങ്ങളെ പറയും. ഈ ഒരു രീതി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് നമ്മൾ ഈ ചെയ്യുന്നത് എന്ന് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഈ പറയുന്നത് ദീനാണ്. നമുക്ക് അവരുമായുള്ള അഭിപ്രായ വ്യത്യാസം ദീനാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ അവരുടെ കൂടെ ആയാലും അല്ലെങ്കിലും നമ്മുടെ ഈ നിലപാട് മാറാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? എന്നാൽ അവർ തമ്മിലുള്ള പ്രശ്നം, കമ്മ്യൂണിസ്റ്റുകളും ജമാഅത്ത് ഇസ്ലാമിയുള്ള പ്രശ്നം എന്താണ്? അത് രാഷ്ട്രീയമാണ്. കാരണം അല്ലെങ്കിൽ എത്ര നാൾ ഇവർ പരസ്പരം കൂടെയായിരുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ അറിയുമ്പോൾ എത്രയോ മുസ്ലിം ചെറുപ്പക്കാരെ കമ്മ്യൂണിസത്തിലേക്ക് ആകർഷിച്ചത് ജമാഅത്ത് ഇസ്ലാമിയാണ്. പ്രബോധനവും മാധ്യവും എത്ര ലേഖനങ്ങൾ, എത്ര ലക്കങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകളെ പുകഴ്ത്തി തൊഴിലാളി വർഗത്തിനു വേണ്ടി ആ ഒരു ഇടത് ചിന്താഗതിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന എത്ര ലേഖനങ്ങൾ, ജീവിക്കുന്ന സാക്ഷികളെ കൊണ്ടുവരാൻ സാധിക്കും നമുക്ക്. പ്രബോധനവും മാധ്യമവും വായിച്ചിട്ട് കമ്മ്യൂണിസ്റ്റായ ആളുകളെ, മനസ്സിലായില്ലേ? പ്രബോധനവും മാധ്യമവും വായിച്ചിട്ട് ജമാഅത്ത് ഇസ്ലാമി ആയല്ല, കമ്മ്യൂണിസ്റ്റുകളായ ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. കാരണം അങ്ങനെയുള്ള എഴുത്തുകളാണ്. അപ്പോൾ ഈ ഖൗം എന്നും അവരുടെ കൂടെയാണ്. മൗദൂദി ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുവന്നത് തന്നെ കമ്മ്യൂണിസത്തിന് ബദലായിട്ടാണ്. മനസ്സിലായി? കമ്മ്യൂണിസത്തിന് ഒരു ബദൽ ഉണ്ടാക്കുകയാണ് മൗദൂദി യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്.
എന്നാൽ മുസ്ലിമീങ്ങൾക്ക് ഇത് തിരിച്ചറിയാതെ പോയിരിക്കുന്നു. ശരിയാണ്, മുസ്ലിമീങ്ങൾക്കെതിരിൽ ശത്രുക്കൾ, സംഘപരിവാരും അതുപോലുള്ള ആളുകളും നിരന്തരം കളവുകളും മറ്റും പടച്ചുവിടുന്ന, അവർക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന ആ സമയത്ത് മുസ്ലിമീങ്ങൾ തെറ്റിദ്ധാരണകളിൽ അകപ്പെടാൻ സാധ്യത ഏറെയാണ്. നമ്മളത് മനസ്സിലാക്കുന്നു. പക്ഷെ പ്രിയ സഹോദരങ്ങൾ, പഠിക്കുക. നിങ്ങളുടെ ദീനുകൾ നശിപ്പിക്കരുത്. നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ ദ്രോഹിച്ചാൽ നിങ്ങൾക്ക് ദുനിയാവാണ് പോവുക. പക്ഷെ ദീന് പോയാലോ നിങ്ങൾ പരലോകമാണ് പോവുക. നിങ്ങളുടെ പരലോകമാണ് പോവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, ഈ ആളുകൾ ഇങ്ങനെ അറബ് മുസ്ലിം രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുന്നുവെങ്കിൽ, ഒരു മുസ്ലിം, സാധാരണക്കാരൊരു മുസ്ലിം ഗൾഫ് നാടുകൾ അക്രമത്തിന് വിധേയമാകുമ്പോൾ അതിനനുകൂലമായി എഴുതുന്നുവെങ്കിൽ, സഹോദര, നിന്നോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളൊന്ന് ചോദിക്കട്ടെ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീ ഏത് നാട്ടിലാണ് കഴിയുന്നത്? നിൻ്റെ നാട്ടിൽ അതാ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കാൻ സംഘപരിവാറും അതുപോലുള്ള ആളുകളുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അള്ളാഹു നിന്നെ സഹായിക്കണം, മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? നീ അത് അള്ളാഹുവിൻ്റെ സഹായം നീ പ്രതീക്ഷിക്കുന്നില്ലേ? എങ്ങനെ നിൻ്റെ സഹോദരങ്ങൾ അപ്പുറത്ത് അക്രമത്തിന്, യുദ്ധത്തിന് വിധേയരാകുമ്പോൾ അതിൽ കൈകൊട്ടിച്ചിരിക്കുക, എന്നിട്ട് നിന്നെ അള്ളാഹു സംരക്ഷിക്കണം? നിൻ്റെ നാട്ടിൽ നിന്നെ കൊല്ലാൻ നടക്കുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കണം. അപ്പുറത്ത് മുസ്ലിം നാടുകൾ, അതും എത്രയോ കാലം നിൻ്റെ വീട്ടിലും നിൻ്റെ അപ്പുറത്തും നിൻ്റെ അയൽപക്കത്തൊക്കെയുള്ള ആളുകൾ ജോലി ചെയ്ത് ഒരു തടസ്സമില്ലാതെ പൈസ ഉണ്ടാക്കി കൊണ്ടുവന്ന നാട്. അങ്ങനെയുള്ള നാടുകൾ ആക്രമിക്കപ്പെടുമ്പോൾ നീ സന്തോഷിക്കുക. എന്തൊരു നന്ദികേടാണെന്ന് ചിന്തിച്ചു നോക്കി. എന്തൊരു വൈരുദ്ധ്യമാണിത്. അള്ളാഹുവിൻ്റെ സഹായമല്ലേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അള്ളാഹുവിൻ്റെ സഹായമല്ലേ പ്രതീക്ഷിക്കുന്നത്? എന്നിട്ട് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ജമാഅത്തിൻ്റെ നേതാവ് ന്യായീകരണങ്ങൾ ചമച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആനിൽ ആയത്തുകൾ അയാൾ തെളിവുദ്ധരിക്കുകയാണ്. എന്താണ്? ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ കുഫാറുകളുമായി, യഹൂദി നസ്രാനികളുമായി മുവാലാത്തിൽ ഏർപ്പെടരുത്, അവരുമായി വലാ പാടില്ല, അവരുമായി മൈത്രി ബന്ധം പാടില്ല എന്ന് പറഞ്ഞ ആയത്തുകൾ ഉദ്ധരിക്കുകയാണ്. ആ മൈത്രി ബന്ധം സ്ഥാപിച്ചതുകൊണ്ടാണ് ഈ നാടുകൾ ആക്രമിക്കുന്നത്. നിങ്ങൾ നോക്കി, ഇതിൻ്റെ ഒക്കെ പിന്നിൽ വളരെ അപകടം പിടിച്ച ആശയമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഖവാരിജികളുടെ മുസ്ലിം ഉമ്മത്തിനെ കാഫറാക്കുന്ന വാദം ഇതിൻ്റെ പിന്നിലുണ്ട്. നിങ്ങൾ അറിയണം. കാരണം ഇതിൻ്റെ ഈ ആളുകളുടെ ആചാര്യന്മാർ, നേതാക്കന്മാർ അത് പല സ്ഥലങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം നാടുകൾ കാഫറുകളുടെ നാടുകളാണ് എന്ന്. അതതിൻ്റെ പിന്നിലുണ്ട്. മുസ്ലിം നാടുകൾ മറ്റുള്ള കാഫറുകളായ രാജ്യങ്ങളുമായി നടത്തുന്ന മുആമലത്തുകൾ, അള്ളാഹു അനുവദിച്ച ഇടപാടുകൾ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ അനുവദിച്ച ഇടപാടുകളുണ്ട്, കച്ചവടവും. അതുപോലെ അള്ളാഹു അനുവദിച്ച മറ്റു പല സഹകരണങ്ങളുമുണ്ട്. അതിനെ അള്ളാഹു വിലക്കിയ മുവാലാത്തായി തെറ്റിദ്ധരിപ്പിക്കുക, അവരുമായി അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ മൈത്രി ബന്ധമായി തെറ്റിദ്ധരിപ്പിക്കുക, എന്നിട്ട് തക്ഫീർ നടത്തി അവർ കാഫറാണെന്ന് പറയുക, എന്നിട്ട് അവരുടെ ചോര ചിന്തുന്നത് ഹലാലാണെന്ന് പറയുക, അക്രമത്തെ ന്യായീകരിക്കുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. എന്നാൽ സഹോദരങ്ങളെ, ഇതിൽ വേറൊരു അത്ഭുതം, ഇത് പറയുന്ന ആരാണ്? മുവാലാത്തിനൊക്കെ എതിരിൽ ആയത്തോതുന്നത് ആരാണ്? ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ് എന്നതാണ് അത്ഭുതം. കുഫാറുകളോടുള്ള മുവാലാത്തിൽ ആദ്യം പെടുന്നത് എന്താണ്? പണ്ഡിതന്മാരുടെ കിതാബുകളൊക്കെ നിങ്ങൾ എടുത്താൽ കാണാം, കാഫറുമായി പാടില്ലാത്ത മുവാലാത്തിൽ ഒന്നാം നമ്പറായി പണ്ഡിതന്മാരെ എണ്ണുക എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. അവരുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കുചേരുക എന്നതാണ്. അതാണ് പണ്ഡിതന്മാർ പറയുക. അതിൽ മുങ്ങിക്കുളിച്ചൊരു വിഭാഗം ആണ് മുവാലാത്തിനെതിരിലുള്ള, കുഫാറുകളുമായുള്ള വലായിനെതിരിലുള്ള ആയത്തുകൾ ഓതി ബാക്കി മുസ്ലിമീങ്ങളെ കാഫറാക്കാൻ നടക്കുന്നത്. ഇതിന് എത്ര ഉദാഹരണങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. മുത്തവാത്തിറും മുസ്തഫീദുമായി ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഈ ഇടപാടുകൾ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഒരു സാമ്പിളിന് വേണ്ടി മാത്രം ഞാനൊന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ നോക്കണം. ഞാൻ വായിക്കുന്നത് മാധ്യമം 2020 ഓഗസ്റ്റ് 26 മലപ്പുറം എഡിഷൻ. ഹെഡിങ് ഇങ്ങനെയാണ്, തലക്കെട്ട് ഇങ്ങനെയാണ്, ശരിക്കും ശ്രദ്ധിക്കണം. ഓണമുണ്ണാൻ അടന്ന പള്ളിയുടെ കതക് തുറന്നു. മനസ്സിലായില്ലേ? ഹെഡിങ് ഇതാണ്. ഓണമുണ്ണാൻ അടന്ന പള്ളിയുടെ കതക് തുറന്നു. എന്നിട്ട് ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: അബ്രാർ മഹല്ല് മസ്ജിദിൽ നടന്ന ഓണം ആഘോഷത്തിലെ ഒരുമ ചടങ്ങ് ജമാഅത്തെ ഇസ്ലാമി ഏരിയ അധ്യക്ഷൻ, ആളെ പേര് കൊടുത്തിട്ടുണ്ട്, ഉദ്ഘാടനം ചെയ്യുന്നു. പരപ്പനങ്ങാടി. ഇനി ശ്രദ്ധിക്കുക, ഈ വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കുക. കോവിഡിന് മുന്നിൽ പ്രാർത്ഥനയുടെ പതിവ് തെറ്റിയെങ്കിലും
എന്താ പറഞ്ഞത്? ജമാഅത്തുകാരുടെ സാഹിത്യത്തിൽ ആണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ കോവിഡ് ആയതുകൊണ്ട് നിസ്കാരം മുടങ്ങിയിട്ടുണ്ട്. കോവിഡിന് മുന്നിൽ പ്രാർത്ഥനയുടെ പതിവ് തെറ്റിയെങ്കിലും നിർധന കുടുംബങ്ങളെ ഓണമൂട്ടാനുള്ള സഹോദര്യധർമ്മത്തിന് അബ്റാർ ജുമാ മസ്ജിദ് ഭംഗം വരുത്തിയില്ല. മനസ്സിലായില്ലേ? എന്നിട്ടാണ് വലാഇനെതിരിലുള്ള ആയത്ത് ആർക്കോതുന്നത്? മുസ്ലിം നാടുകൾക്കെതിരിൽ ഓതി അവർക്കെതിരിലുള്ള അക്രമങ്ങളെ ന്യായീകരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനവൻ്റെ വീട്ടിലെ കുട്ടികൾ പേടിച്ച് കരയുന്നൊരു രംഗം വന്നാൽ, അവനവൻ രക്തം ചിന്തുന്നതിന് ആയാൽ നിർഭയത്തെ നഷ്ടപ്പെട്ട മനസ്സിലാവും അതിൻ്റെ വില എന്താണ്. നാട്ടുകാരതിലേക്ക് തള്ളിവിട്ട് കൈകൊട്ടിച്ചിരിക്കാൻ വളരെ എളുപ്പമാണ്. വിപ്ലവത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ആളുകൾ പറയാറുണ്ട്, എന്ത് ജമാഅത്ത് ഇസ്ലാമി ഏതെങ്കിലും ഇന്ത്യയിൽ അക്രമ സംഭവത്തിന് പിടിക്കപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ? ശരിയാണ്, അങ്ങനെ നമ്മളാരും കേട്ടിട്ടില്ല, അങ്ങനെ അറിയപ്പെട്ടിട്ടില്ല. പക്ഷേ ഖവാരിജുകൾ ഏത് കാലത്തും അതിൽ ഖഅദിയ എന്നറിയപ്പെടുന്നൊരു വിഭാഗമുണ്ട്. എന്താണ് ഖഅദിയ എന്ന് പറഞ്ഞാൽ? അത് നേരിട്ട് ഇറങ്ങില്ല, മറിച്ച് അതിന് ആശയം ഉണ്ടാക്കി കൊടുക്കുക. അതിനുള്ള മരുന്നെന്താണോ, അതിനുള്ള ആശയം എന്താണോ അത് ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു വിഭാഗം ഖവാരിജുകൾ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്തത്. അത് പോരാ എന്ന് പറഞ്ഞ ആയുധം കൂടി എടുത്തിട്ട് ഇറങ്ങിയ വിഭാഗങ്ങൾ, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള വിഭാഗങ്ങൾ വേറെ ഉണ്ടായി. മനസ്സിലായി? നമ്മളിത് പറയുമ്പോൾ നിങ്ങൾ ആരും പ്രിയ സഹോദരങ്ങളെ തെറ്റിദ്ധരിക്കരുത്. മറ്റുള്ള ഇസ്ലാമിൻ്റെ മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ, അവരെ മുസ്ലിമീങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർ, ഈ കക്ഷികളെ മുന്നിൽ വെച്ച് മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാതെ. ആ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ആരുടെങ്കിലും കയ്യെടുക്ക് വേണ്ടിയാണ്, അവർക്കിടയിലുള്ള സ്വീകാര്യതയ്ക്ക് വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വല്ലാഹി വല്ലാഹി ഒരിക്കലുമല്ല. നമ്മുടെ ദീനാണ് പറയുന്നത്. ഈ ഖൗമിൻ്റെ ഇവരുടെ സ്വാധീനത്തിൽപ്പെട്ട് മുസ്ലിമീങ്ങളുടെ ദീൻ നശിച്ചു പോകാതിരിക്കാൻ ആണ് ഈ പറയുന്നത്. അവരുടെ ദീൻ തന്നെ നശിച്ചു പോകാതിരിക്കുകയാണ് ഈ പറയുന്നത്. ജമാഅത്തുകാർ, അതിൽ ഒരു ജമാഅത്ത് കുടുംബത്തിൽ ജനിച്ച് അതിലായി അങ്ങനെ പോകുന്ന കുട്ടികളുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ ആശയത്തെക്കുറിച്ചൊന്നും വേണ്ട പോലെ അറിയാത്ത ആളുകൾ. നിങ്ങൾ പഠിക്കും, മനസ്സിലാക്കും. ഇതുപോലുള്ള പിഴച്ച ചിന്താഗതികൾ, ഇതുപോലുള്ള പിഴച്ച പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കും നിങ്ങൾ. എങ്കിൽ നമ്മൾ പരലോകം രക്ഷപ്പെടുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മളിത് പറയുന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, ഇത് നമ്മൾ പറഞ്ഞാൽ ഈ രൂപത്തിൽ റാഫിദുകളുടെ കാര്യം ഇങ്ങനെയാണ്, ഇറാൻ്റെ കാര്യം ഇങ്ങനെയാണ്. ഒരിക്കലും ഒരു മുസ്ലിമിനെ അവർ അനുകൂലിക്കാനോ അവർക്ക് ജയ് വിളിക്കാനോ അവരിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ അവരെ ഷഹീദെന്ന് വിളിക്കാനോ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ഉടനെ ആളുകൾ പറയും, അപ്പോൾ നിങ്ങളാരാ? നിങ്ങൾ സയനിസ്റ്റാണ്, നിങ്ങൾ ജൂതന്മാരുടെ കൂടെയാണ്, നിങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെയാണ്. ഇപ്പോൾ ചോദിക്കും, ഇറാനെ പിന്തുണക്കുന്നില്ല, എന്നാൽ പിന്നെ നമുക്ക് അമേരിക്കനെ പിന്തുണക്കാൻ പറ്റുമോ, ഇസ്രായേലിനെ പിന്തുണക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പരിഹസിച്ച് തിരിച്ചു ചോദിക്കും. കൂട്ടരെ, നിങ്ങളുണ്ടാക്കിയതാണ് ഈ ദ്വന്ദ്ം, ഈ രണ്ടെണ്ണം. ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചേ പറ്റൂ എന്നുള്ളത്. ഒന്നുകിൽ നിങ്ങൾ റാഫിദുകളെ പിന്തുണക്കുക, അല്ലെങ്കിൽ നിങ്ങൾ യഹൂദിയുടെ ആളാണ്. ഇത് നിങ്ങളുണ്ടാക്കിയ തത്വമാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരു കൂട്ടരെ കൂടെ നിന്നേ പറ്റൂ എന്ന് ആര് പറഞ്ഞു? എനിക്ക് റാഫിദുകളുടെ കൂടെ നിൽക്കാൻ സൗകര്യമില്ല, എന്നെ അതിന് കിട്ടുകയില്ല. എൻ്റെ ഉമ്മയെ ആയിഷ റളിയല്ലാഹു അൻഹ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹബീബത്തിനെ വ്യഭിചാരം ആരോപിക്കുന്നവൻ്റെ കൂടെ ഞാൻ നിന്നില്ലെങ്കിൽ നീ എന്നെ ജൂതനാക്കുമോ? ഞാൻ ഇസ്രായേലിയാണെന്ന് നീ പറയൂ? എനിക്ക് സൗകര്യമില്ല നിൽക്കാൻ. അബൂബക്കർ സിദ്ദീഖ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരുലോകത്തെയും സാഹിബ്, ആ സാഹിബിനെതിരെ ലഅനത്ത് ചൊല്ലുന്ന, അബൂബക്കർ സിദ്ദീഖിൻ്റെ പേരിൽ ലഅനത്ത് ചൊല്ലുന്ന, ശാപം, അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന പിശാചുക്കളെ ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ നീ എന്നെ സയനിസ്റ്റ് ആക്കുമോ? കയ്യിൽ വെച്ചാൽ മതി. ഉമർ ഇബ്നുൽ ഖത്താബ് അമീറുൽ മുഅ്മിനീൻ ഈ മജൂസികളുടെ സാമ്രാജ്യം തകർച്ച, റോമക്കാരുടെ സാമ്രാജ്യം തകർച്ച, മുസ്ലിമീങ്ങളുടെ കീഴിൽ അത് രണ്ടും കൊണ്ടുവന്ന ഉമർ ഇബ്നുൽ ഖത്താബിനെ ചീത്ത വിളിക്കുന്നവരെ ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ, അവനെ ഞാൻ ഷഹീദെന്ന് വിളിച്ചില്ലെങ്കിൽ നീ എന്നെ സയനിസ്റ്റ് ആക്കുമോ? എനിക്ക് സൗകര്യമില്ല. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ശരിക്കും നമ്മൾ പഠിക്കുക. നമുക്കറിയാം, നമ്മളിത് പറഞ്ഞാൽ വരാൻ പോകുന്നത് തെരുവിളിയാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പലരോട് പറയാറുണ്ട്, നമ്മൾ പ്രസംഗിച്ചാൽ അത് സോഷ്യൽ മീഡിയയിലും മറ്റും പോസ്റ്റ് ചെയ്താൽ അടിയിൽ തെറിവിളിയുമായി പൊതുവേ വരിക സമസ്തക്കാരിൽ വിവരമില്ലാത്ത പല ആളുകളും തെറിവിളിക്കും. ഇത് ഇപ്പോൾ ഈ കാലത്ത് താരതമ്യേന അത് കുറവാണ്. പ്രതിപക്ഷ ബഹുമാനം ഇതൊക്കെ പഠിച്ചിട്ടായിരിക്കണം, അല്ലാഹു അലം. എങ്കിലും അവരിലാണത് കൂടുതൽ. സുബ്ഹാൻ, അവരെയും കടത്തിവെട്ടുന്ന തെറി വിളിക്കും,
ഷിയാക്കളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ, ഇത് ഇറാനിൽ പോയി പറഞ്ഞാലല്ല, കേരളത്തിൽ പറഞ്ഞാലാണ്, മലയാളത്തിൽ പറഞ്ഞാൽ അടിയിൽ കാണാം പച്ചത്തെറി. അങ്ങാടിയിൽ വിളിക്കാത്ത തെറി വിളിക്കുന്നതാണ്. നിങ്ങൾ വിളിച്ചോളൂ, നിങ്ങൾ തെറി വിളിച്ചോളൂ. നിങ്ങൾ തെറിയേക്കാൾ ഞങ്ങൾ ഗൗരവമായി കാണുന്നത് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ തെറി വിളിക്കുന്നവരുടെ കൂടെ, ആ തെറി വിളിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ അള്ളാഹു നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടത് അതിനേക്കാൾ അപകടം പിടിച്ചായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു കുഴപ്പമില്ല, നിങ്ങൾ വിളിച്ചോളൂ, നിങ്ങൾ തെറി വിളിച്ചോളൂ. നിങ്ങളുടെ തെറികൾ നമുക്ക് യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന, നമ്മുടെ ഉമ്മയെ ചീത്ത വിളിക്കുന്നവരുടെ കൂടെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കാതെ, അവരെ സ്നേഹിക്കുന്നവരുടെ കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കാതെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്നക മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നോ നീ അവരുടെ കൂടെയാണ് എന്നാണ്. നീ പരലോകത്ത് നീ ദുനിയാവിൽ ആരെ സ്നേഹിച്ചോ അവരുടെ കൂടെയായിരിക്കും. നമ്മളെ കിട്ടുകയില്ല റാഫിദിയെ സ്നേഹിക്കാൻ, ഇറാനെയോ ഖുമൈനിയോ അയാളുടെ പിൻഗാമിയായ ഖാംനെയെയോ സ്നേഹിക്കാനോ ജയ് വിളിക്കാനോ അവരെ ഷഹീദെന്ന് വിളിക്കാനോ ഇസ്ലാമിൻ്റെ ബാലപാഠം പഠിച്ചവരെ കിട്ടുകയില്ല. അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും, നിങ്ങൾ എന്ത് രാഷ്ട്രീയം പറഞ്ഞാലും, നിങ്ങൾ എന്ത് കള്ളവാർത്തകൾ കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, ഒരു കുഴപ്പവുമില്ല. ഇമാം ഔസാഇ റഹിമഹുല്ലാഹ്, അബ്ദുറഹ്മാൻ ബിൻ അമർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ മനോഹരമായൊരു വാക്കാണ്. നമ്മൾ നോക്കി, ഈ സാഹചര്യത്തിൽ വളരെ ഫിറ്റാന്ന് നമുക്ക് തോന്നും. അദ്ദേഹം പറഞ്ഞു, ഇദൽതഖൽ ഫാജിറാൻ ഫഖതല അഹദുഹുമാ സാഹിബഹു ഫൽഹംദുലില്ലാഹ് അല്ലദി അറാഹ മിൻഹുൽ ഇബാദ്. രണ്ട് ഫാജിറുകൾ, രണ്ട് വൃത്തികെട്ടവന്മാർ പരസ്പരം യുദ്ധം ചെയ്തു, പോരടിച്ചു. രണ്ടു കണക്കാണ്. എന്നിട്ടോ ഒന്ന് മറ്റേതിനെ കൊന്നു, ഒന്നിൻ്റെ കയ്യാൽ മറ്റേത് കൊല്ലപ്പെട്ടു. ഫൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലദി അറാഹ മിൻഹുൽ ഇബാദ്, അവൻ്റെ ഷർറിൽ നിന്ന് നാടിനെയും നാട്ടുകാരൊക്കെ കാത്ത അല്ലാഹുവിന് സ്തുതി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, യാതൊരു സംശയമില്ലാതെ. മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ, സിറി എന്ന രാജ്യത്തെ നാമാവശേഷമാക്കിയ, അതിന് പങ്കാളിയായവൻ കൊല്ലപ്പെട്ടു, അൽഹംദുലില്ലാഹ്. വൈൻ ഖുതില ജമീഅൻ, ഇനി രണ്ടും കൊല്ലപ്പെട്ടു, രണ്ടും നശിച്ചു, ഫൽഹംദുലില്ലാഹി കസീറ, അല്ലാഹുവിന് ധാരാളം സ്തുതി എന്ന് ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം. അള്ളാഹു മുസ്ലിമീങ്ങളെ ഇതുപോലെ നശിപ്പിച്ച രണ്ടു കൂട്ടരെയും ആരുടെയെങ്കിലും കയ്യാൽ മുസ്ലിമീങ്ങൾക്കൊരു പോറലും ഏൽപ്പിക്കാതെ നശിപ്പിക്കട്ടെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അവരുടെ ഷറിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, ഈ ആളുകൾക്ക് റാഫിദികളെ പറഞ്ഞാൽ പൊള്ളും, സഹാബത്തിനെ പറഞ്ഞാലോ അത് പൊള്ളുന്നില്ലല്ലോ. നിങ്ങൾ നോക്കി, ഇവർ സഹാബത്തിനെ ചീത്ത വിളിക്കുന്നവരാണ്, അബൂബക്കർ സിദ്ദീഖിനെ ഉമറിനെ ചീത്ത വിളിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമായി കാണുന്നില്ല. എന്നാൽ ഇറാനെ ചീത്ത പറഞ്ഞാലോ അപ്പം പൊള്ളും, വല്ലാത്ത പൊള്ളലാണ്, ചില്ലറ പൊള്ളലൊന്നല്ല. നിങ്ങൾ നോക്ക്, എന്താണ് ആളുകൾക്ക് സംഭവിച്ചത്? ആളുകളുടെ ബുദ്ധി തലതിരിഞ്ഞു പോയിരിക്കുകയാണ്, ജനങ്ങളുടെ ബുദ്ധി നേരെ തിരിഞ്ഞുപോയി. പാപങ്ങൾ അങ്ങനെയാണ്, തിന്മകൾ സമൂഹത്തിൽ അത്രയും കൂടുതലാണല്ലോ. തിന്മകൾ കൂടിയാൽ എങ്ങനെയാണ് ബുദ്ധി തലയിരിയും. നല്ല ആളുകളെ മോശക്കാരായി കാണും, മോശക്കാരായി വൃത്തികെട്ട ആളുകളെ വീരന്മാരായി കാണും. നിങ്ങൾ നോക്കി, ജനങ്ങൾ ചീത്ത വിളിക്കുന്ന ആരെയാ? പണ്ഡിതന്മാർ, അവർക്ക് സുൽത്താൻ്റെ പണ്ഡിതന്മാരാണ്, കൊട്ടാര പണ്ഡിതന്മാരാണ്, ജനങ്ങളെ ദീൻ പഠിപ്പിക്കുന്ന, തൗഹീദ് പഠിപ്പിക്കുന്ന, പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന, ഇൽമിന് വേണ്ടി, ശർഈയായ വിജ്ഞാനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച പണ്ഡിതന്മാരെ ചീത്ത വിളിക്കും. എന്നിട്ടോ വീരന്മാരാരാ? റാഫിദികൾ, സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ദീനുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ വീരന്മാർ. ജനങ്ങളുടെ ബുദ്ധി തലതിരിഞ്ഞു പോയിരിക്കുകയാണ് തിന്മകൾ കൊണ്ട്, പാപങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ബുദ്ധി തലതിരിഞ്ഞു പോയിരിക്കുക. ആ തലതിരിഞ്ഞു പോയ ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ അവരെപ്പോലെ തലതിരിയാൻ ബുദ്ധിയുള്ള ഒരു മുസ്ലിമിന്, ദീൻ പഠിച്ച ഒരു മുസ്ലിമിന് യഥാർത്ഥത്തിൽ പ്രിയ സഹോദരങ്ങളെ പാടില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ആശയപരമായി ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ കൂടെ ഉള്ളവരും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുത്ത സഹാബികളെ വിലയിടിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ചരിത്ര പുസ്തകങ്ങൾ നിങ്ങൾ നോക്ക്, മലയാളത്തിലെടുത്താൽ ഇസ്ലാമിക ചരിത്രം, അതിൽ പുറത്തിറങ്ങിയ പുസ്തകങ്ങൾ ബഹുഭൂരിഭാഗവും ജമാഅത്തിൻ്റെ അവരുടെ പ്രസിദ്ധീകരണ വിഭാഗമായ IPH പുറത്തിറക്കിയതാണ്. ഭൂരിഭാഗവും അവരെ പോലെ പുസ്തകങ്ങൾ ഇറക്കിയ വേറൊരു കക്ഷിയുണ്ടോ നമുക്കറിയില്ല. അത്രയും പുസ്തകങ്ങൾ കൗമിനുണ്ട്. റാഫിദികളുടെ സ്വാധീനമുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് മലയാളീകരിച്ച പുസ്തകങ്ങൾ എത്രയോ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതാണ് വായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, സഹാബത്തിനെ, ഉദാഹരണത്തിന് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ, അതുപോലെ മുആവിയുടെ പിതാവ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത വിളിക്കുന്നതൊക്കെ ആളുകൾക്ക് പുഷ്പം പോലെ നിസ്സാരമാണ്.
പണ്ഡിതന്മാർ പറയുന്നുണ്ട് മുആവിയ ബാബാണ്, മുആവിയ വാതിലാണ്, അത് പൊളിച്ചാൽ പിന്നെ അങ്ങോട്ട് വളരെ എളുപ്പമാണ്. മുആവിയ ചീത്ത വിളിക്കാൻ അത്ര എളുപ്പമുള്ള നിസാരമായ സംഗതിയായിട്ടാണ് ഈ കാണുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ സഹോദരനാണ്, നബിയുടെ വഹി എഴുതി വെച്ച സഹാബിമാരിൽ ഒരാളാണ്. ഉമറിൻ്റെ കാലത്ത് ഷാമിൽ അമീറാണ്. ഉമർ ചെറിയ പ്രശ്നം ഉണ്ടായാൽ പിൻവലിക്കും ആളെ. ഉമറിൻ്റെ കാലത്ത് ഷാമിൻ്റെ അമീറായിരുന്നു മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. അതുപോലെ അദ്ദേഹത്തിൻ്റെ പിതാവ് അബൂ സുഫിയാൻ. സഹാബത്തിൻ്റെ ശ്രേഷ്ഠത ഇത് സഹോദരങ്ങളെ അറിയാത്ത ആളുകൾക്ക് മുന്നിൽ എത്തിപ്പെട്ടത് എന്താണ്? അവരെക്കുറിച്ച് അവരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന കഥകളും അങ്ങനെ ആ രൂപത്തിൽ വളച്ചൊടിക്കപ്പെട്ട ചരിത്രങ്ങളുമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ചരിത്ര പാഠങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് അത് വളരെ വലുതാണ്. നിങ്ങൾ നോക്കണം, ഈ സന്ദർഭത്തിൽ നമുക്ക് മുസ്ലിമീങ്ങളായ പൊതുജനങ്ങളോട് പറയാനുള്ള നസീഹത്ത് എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുക എന്നതാണ്. ഇതുപോലുള്ള വിഷയങ്ങളിൽ പലതിനും അപ്പോൾ പല സന്ദർഭങ്ങളിലും മറുപടി പറയാൻ തന്നെ പ്രയാസകരമായി തീരുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾക്ക് പല ഉസൂലുകളും ദീനിൻ്റെ പല അടിത്തറകളും തന്നെ മനസ്സിലായിട്ടില്ല. അതിൻ്റെ മുകളിലാണ് ഇതൊക്കെ വരുന്നത്. അടിത്തറ തന്നെ പോക്കാണ്. സഹാബത്തിൻ്റെ ശ്രേഷ്ഠത, സഹാബത്തിൻ്റെ ചീത്ത പറയുന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് സഹാബിമാരുടെ കുറവ്, സഹാബി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുന്ന മുസ്ലിമീങ്ങളുടെ നമ്മുടെ നാട്ടിൽ. കാരണം സഹാബത്തിൻ്റെ ഫദ്ല് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ പഠിക്കുക, മുസ്ലിമീങ്ങൾ നിങ്ങൾ അള്ളാഹിൻ്റെ ദീനങ്ങൾ പഠിക്കുക. നിങ്ങൾ ഈ കണ്ട രാഷ്ട്രീയവും ഈ ആഗോള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനേക്കാൾ, അതിന് ചെലവിടുന്ന സമയത്തേക്കാൾ, അതിന് ചെലവഴിക്കുന്ന അധ്വാനത്തെക്കാൾ നിങ്ങൾ സമയവും അധ്വാനവും ചെലവഴിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് നിങ്ങളുടെ ദീൻ പഠിക്കാനാണ്. പ്രത്യേകിച്ച് ഈ ദീനിൻ്റെ അഖീദ, വിശ്വാസം പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പഠിക്കുക. കാരണം നിങ്ങൾ നോക്കൂ, അഖീദ ഉറച്ചാലേ ആ ശരിയായ അഖീദ വെച്ചു പുലർത്തുന്ന നാടുകളുടെ വില, അവിടെയുള്ള ഭരണാധികാരികളുടെ വില, അങ്ങനെയുള്ള മുസ്ലിമീങ്ങളുടെ വില ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ശരിയായ വിശ്വാസം ഒരാൾ കുറച്ചില്ലെങ്കിലോ? നോക്കൂ നിങ്ങൾ, തൗഹീദിൻ്റെ വില അറിയുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇറാൻ പോലുള്ളൊരു നാട്ടിനെ അതിനനുകൂലിച്ച് അതിനെ പിന്തുണച്ച് സംസാരിക്കാൻ കഴിയുക? ദർഗകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള, അതുപോലെ എല്ലാവിധ വൃത്തികേടുകളും നിറഞ്ഞിട്ടുള്ള, ഇസ്ലാമിന് വിരുദ്ധമായി ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ പൊളിക്കുന്ന കാര്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു നാട്ടിനെ അതിനെ തൗഹീദിൻ്റെ സൗദി അറേബ്യ പോലുള്ള നാടുകളുമായി താരതമ്യം ചെയ്യാൻ പോലും ഒരാൾക്ക് എങ്ങനെയാണ് സാധിക്കുക? അഖീദയുടെ വിലയറിഞ്ഞൊരു മനുഷ്യൻ, കാരണം അഖീദയാണ് ഈ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി, അഖീദ തൗഹീദ് വിലയില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിസ്സാരാണ്. ഇപ്പോൾ അടുത്ത് പുറത്തിറങ്ങിയ ഒരു സംസാരം കേട്ടു. സംസ്ഥാന സുന്നി എന്നറിയപ്പെടുന്നൊരു സുന്നി ഉണ്ടല്ലോ, APEK ഒക്കെ പോലെ അറിയപ്പെട്ട വേറൊന്നാണ് സംസ്ഥാന. അതിൻ്റെ വലിയ നേതാവാണ് നജീബ് മൗലാന. ഈ ഷിർക്കിനും ഖുറാഫാത്തിനൊക്കെ താത്വികമായി ന്യായങ്ങൾ ചമഞ്ഞ് പുസ്തകങ്ങളൊക്കെ എഴുതുന്ന, ദീനിന് വിരുദ്ധമായ വാദങ്ങൾ പ്രചരിപ്പിക്കാൻ താത്വികമായ ഒരു ഇൽമിൻ്റെ മേമ്പടയൊക്കെ വെച്ച് പ്രചരിപ്പിക്കുന്ന ആളാണ് നജീബ് മൗലാന. ഈ നജീബ് മൗലാനയോട് ഇങ്ങനെയുള്ള ഈ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആൾ പറയുകയാണ്, നമ്മൾ ഇറാനെ എതിർക്കുകയില്ല. അയാളുടെ വാക്ക് അതുപോലെയല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിൻ്റെ ആശയം ഇങ്ങനെയാണ്. ഇറാനെതിരിലല്ല നമ്മൾ നിൽക്കുക. എന്താ കാരണം? എന്നിട്ട് അയാൾ പറയുന്നത് എന്താ? ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കി, സൗദി അറേബ്യ, മക്കയും മദീനൊക്കെ അടങ്ങുന്ന സൗദി അറേബ്യ, ആ സൗദി അറേബ്യക്കെതിരിൽ ഏതെങ്കിലും ഒരു അമേരിക്കയോ ഇസ്രായേലോ തിരിഞ്ഞാൽ അത് വഹാബികളുടെ നാടാണ് എന്ന് പറഞ്ഞ് നമ്മൾ സൗദി അറേബ്യക്കെതിരെ നിൽക്കുമോ? എന്തു വന്നാലും ഇറാൻ എന്ന് പറയുന്നത് ഒരു ഷിയ ഭരണകൂടമാണെങ്കിലും മുസ്ലിം ഭരണകൂടമല്ലേ, മുസ്ലിങ്ങളല്ലേ എതിർക്കപ്പെടുന്നത്. ഇപ്പം മക്ക അടങ്ങുന്ന സൗദി അറേബ്യയെ എതിർക്കുന്നു ഇസ്രായേൽ. സൗദി അറേബ്യ ഇസ്രായേൽ എതിർക്കുകയാണെങ്കിൽ സൗദി അറേബ്യ വഹാബി രാഷ്ട്ര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനോട് മാനസികമായി അടുക്കരുത് എന്നാണോ? അതാരെയും പറയോ? ചോദ്യം നിങ്ങൾ നോക്കി, എന്താ സമീകരണം എന്ന് നോക്കി, എന്താ കൂട്ടിക്കെട്ടൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി. അല്ല കൂട്ടരെ, നിങ്ങൾ ഇറാൻ്റെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത്. നിങ്ങൾ അവിടെ നിൽക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ ദീൻ ഉണ്ടായത് അവിടെ നിന്നാണ്. ആ റാഫിദികളുടെ അവരുടെ ദർഗകളും അവരുടെ ഉറൂസുകൾ, അവരുടെ മൗലിദുകൾ, അവരുടെ റാത്തീബുകളും സിവിലും ക്രിമിനലും ഒക്കെ ആ കൗമിൻ്റെ അടുത്ത് നിന്ന് വന്നതാണ്. നിങ്ങൾക്ക് പറ്റിയത് അവരുടെ കൂടെ നിൽക്കുക തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കി, കുട്ടി മുസ്ലിയാക്കന്മാർ റാഫിദികളെ സപ്പോർട്ട് ചെയ്ത് നടക്കുകയാണ്, അവരെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ യഥാർത്ഥ ശത്രു
അവരുടെ ഇവരുടെ റാഫിദുകളുടെയും ഈ സൂഫികളുടെയും ഈ ഖബറാരാധകരുടെ ഒക്കെ ശത്രു ആരാ? എല്ലാവരുടെയും ശത്രു വഹാബികളാണ്. എന്താ വഹാബിയത്ത്? നിങ്ങൾ ഈ പറയുന്ന വഹാബിയത്ത് എന്താണ് കൂട്ടരെ? നജീബ് മൗലാനയോട് നമ്മൾ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്ന വഹാബിയത്ത് എന്താണ്? എന്താ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത എന്താണ് നിങ്ങൾ ഈ പറയുന്ന വഹാബിയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുക? നമ്മൾ വെല്ലുവിളിക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഈ പറയുന്ന വഹാബിയത്ത് എന്ന് പറയുന്ന ദീനിൽ നിങ്ങൾ കാണിച്ചു തരാൻ കഴിയില്ല. ചുരുക്കി പറ, യഥാർത്ഥ ഇസ്ലാമാണ് ഇവർ ഈ പറയുന്ന വഹാബിയത്ത്. അതുകൊണ്ട് ആ വഹാബിയത്തിനെതിരെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാമിനെതിരിലാണ് ഇവർ നിലകൊള്ളുന്നത്. ആ ഇസ്ലാം മുറുകെ പിടിച്ചതുകൊണ്ട് നമ്മൾ വഹാബിയാണോ? സന്തോഷം. ഒരു കവി മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ, ഇൻകാന താബിഉ അഹ്മദിൻ മുതവഹിബൻ ഫഅനൽ മുഖറു ബിഅന്നനി വഹാബി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നത് അത് വഹാബിയത്താണെങ്കിൽ സമ്മതിച്ചാലാണ്, ഞാൻ വഹാബി തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുക, ദീൻ പഠിക്കുക, അഖീദ പഠിക്കുക. മറ്റൊന്ന് സഹാബത്തിനെ കുറിച്ചുള്ള നമ്മുടെ അഖീദ. പ്രിയ സഹോദരങ്ങൾ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. സഹാബത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് അതറിയുക. അള്ളാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരായി തിരഞ്ഞെടുത്തവരാണവർ. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തു. അവരെ പിൻപറ്റാനാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബിയെ കണ്ട, നബിയുടെ കൂടെ ജീവിച്ച, നബിയെ സഹായിച്ച, അതിന് അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു ജനവിഭാഗം. അവരുടെ ശ്രേഷ്ഠത പോലെ ഒരാൾക്കും പിൽക്കാലത്ത് ശ്രേഷ്ഠത ലഭിക്കുകയില്ല. അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള വിശ്വാസം എന്താണ്? പ്രിയ സഹോദരങ്ങളെ, പഠിക്കുക. അതുപോലെ മുസ്ലിം ഭരണാധികാരികളോട് ഉള്ള ഇസ്ലാമിൻ്റെ നിലപാടെന്താണ്? അഹ്ലുസുന്നത്തിൻ്റെ നിലപാടെന്താണ്? നമ്മളാരെങ്കിലും ഉണ്ടാക്കിയ കാര്യമല്ല. നിങ്ങൾ ഇമാം അഹ്മദിനെ കേട്ടിട്ടില്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അദ്ദേഹം സൗദി അറേബ്യ ഉണ്ടായ ശേഷം ജീവിച്ച ആളാണോ? ഇമാം അഹ്മദിൻ്റെ ഉസൂലു സുന്ന, അഹ്ലുസുന്നത്തിൻ്റെ അഥവാ പിഴച്ച ഒരു വഴിയിലേക്കും പോകാതെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാതയിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, സുന്നത്തിൻ്റെ ആളുകൾ, അഹ്ലുസുന്ന, അവരുടെ ഉസൂൽ, അവരുടെ അടിത്തറകൾ പഠിപ്പിക്കുന്ന ആ ചെറിയ റിസാലയിൽ നമുക്ക് കാണാം ഭരണാധികാരികളോടുള്ള നിലപാടെന്തായിരിക്കണം. അതുകൊണ്ട് മുസ്ലിം ഭരണാധികാരികളോടുള്ള നിലപാട്, നാടുകളിൽ കുഴപ്പമുണ്ടാക്കരുത്, വിപ്ലവത്തിനിറങ്ങരുത് എന്ന് പറയുന്ന നിലപാട്, അത് നമ്മൾ ഉണ്ടാക്കിയതല്ല, അത് ഈ ദീനിൻ്റെ ഉസൂലുകളിൽപ്പെട്ടതാണ്. പ്രിയ സഹോദരങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സാധാരണക്കാരായ ആളുകളുണ്ടെങ്കിൽ, തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകളുണ്ട് എങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പഠിക്കുക. ഇതൊക്കെ പഠിപ്പിക്കുന്ന ദർസുകൾ, അതുപോലുള്ള സംവിധാനങ്ങൾ ഇന്ന് ധാരാളമുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. നിങ്ങൾക്കൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കൊന്ന് കിട്ടും. നിങ്ങൾ അകലിൽ നിന്ന് വീക്ഷിക്കാതെ ഒന്ന് അടുത്തേക്ക് വരൂ, പഠിക്കാൻ നോക്കൂ, അഖീദ പഠിക്കൂ. നിങ്ങൾ സഹാബത്തിനെ കുറിച്ചുള്ള വിശ്വാസം, മുസ്ലിം ഭരണാധികാരികളുള്ള നിലപാട്, ഈമാനിനെ കുറിച്ച് എന്താണ് നമ്മുടെ വിശ്വാസം, എന്താണ് ഈമാൻ, എപ്പോഴാണ് ഒരാൾ കാഫിറാവുക? ഒരു മുസ്ലിം രാജ്യം അമേരിക്കയായിട്ട് എന്തെങ്കിലും ഒരു ഇടപാട് നടത്തി അപ്പം കാഫിറായി, അങ്ങനെയാണോ? ഇതിൻ്റെ നിലപാട് എങ്ങനെയാണോ? ഈമാൻ എന്താണ്? ഒരാൾ എപ്പോഴാണ് കാഫിറാവുക? കുഫർ എന്താണ്? കുഫാറുകളുമായുള്ള ബന്ധത്തിൽ അനുവദിക്കപ്പെട്ടത് എന്താണ്? പാടില്ലാത്തത് എന്താണ്? ഇതൊക്കെ ഈ ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങളാണ്. പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ പഠിക്കുക. അതുപോലെ വളരെ വളരെ ശ്രദ്ധിക്കുക. ഈ കാലത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയ, അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. വിവരമില്ലാത്ത ആളുകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി രാവിലെയും വൈകുന്നേരവും ചൊക്കൊക്കെ അവൻ്റെ ചാനലിൽ ഇറങ്ങി വർത്താനം പറയും. എല്ലാ വിഷയത്തിലും നിലപാട്, ലോകത്ത് എന്ത് സംഗതി നടന്നാലും ഉടനെ മൂപ്പരുടെ ചാനലിൽ മൂപ്പരുടെ നിലപാട് വരും. ഞാൻ നിഷ്പക്ഷം നിലപാട് പറയാൻ വന്ന ആളാണ്. രാവിലെ വന്നിട്ട് ദീന് പറയും, ഉച്ചയ്ക്ക് വന്നിട്ട് രാഷ്ട്രീയം പറയും, രാത്രി വന്നിട്ട് സിനിമയെക്കുറിച്ച് പറയും. എല്ലാത്തിനും നിലപാട് റെഡിമെയ്ഡ് നിലപാടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നല്ല നിങ്ങൾ ദീൻ പഠിക്കേണ്ടത്. ഇത്തരത്തിലുള്ള വിവരം കെട്ട ആളുകളിൽ നിന്നല്ല നിങ്ങൾ ദീൻ മനസ്സിലാക്കേണ്ടത്. ദീനത് പഠിച്ചവരിൽ നിന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ദീൻ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള ആളുകൾ അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ കാണുന്ന കാഴ്ചക്കനുസരിച്ചാണ് അവന് പൈസ കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് നടക്കുക. അതുകൊണ്ടാണ് എന്തിലും പ്രതികരിക്കാൻ നടക്കുന്നത്. അള്ളാഹുവിനെ യാതൊരു പേടിയുമില്ലാതെ, ദീനെക്കുറിച്ച് എന്തു പറയണമെന്ന ചിന്തയില്ലാതെ, ബോധമില്ലാതെ എന്തും പറയാൻ നമുക്ക് പാടില്ല. ചില ആളുകൾ ചോദിക്കാൻ, നിങ്ങൾ എന്താണ് അതിന് പ്രതികരിക്കാതെ ഇതിന് കൂട്ടരെ നമുക്ക് എല്ലാത്തിനും പ്രതികരിക്കാൻ കഴിയില്ല. അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല എല്ലാത്തിനോട് പ്രതികരിക്കാൻ. അതിൻ്റെ ആവശ്യമില്ല. അള്ളാഹു പറഞ്ഞത് എല്ലാത്തിനോട് പ്രതികരിക്കരുത് എന്നാണ്. വൈദാ ജാഅഹും അംറുൻ മിനൽ അംനി അവൽ ഖൗഫി അദാഉ ബിഹ്. എന്ത് വാർത്ത വന്നു കിട്ടിയാലും അത് പേടിപ്പെടുത്തുന്നതാകട്ടെ അല്ലെങ്കിൽ നിർഭയത്വം നൽകുന്നതാകട്ടെ, കിട്ടിയപ്പോൾ അവരത് അത് പ്രചരിപ്പിക്കുകയായി. വലൗ റദ്ദൂഹു ഇല റസൂലി വഇല ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും.
അവരത് റസൂലിലേക്കും അവരിൽ അറിവുള്ളവരിലേക്കും മടക്കിയിരുന്നുവെങ്കിൽ അതിലെ നെല്ലും പതിരും വേർതിരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലാത്തിലും കയറി പ്രതികരിക്കാൻ, എല്ലാ വാർത്തയും കിട്ടുമ്പോഴേക്കും പ്രചരിപ്പിക്കാൻ നമുക്ക് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേൾക്കുന്നതൊക്കെ ഒരാൾ പറയുന്നു എന്നത് തന്നെ മതി അവന് കളവായി അള്ളാഹുവിൽ രേഖപ്പെടുത്തപ്പെടാൻ. അതുകൊണ്ട് കേൾക്കുന്നതൊക്കെ നമ്മൾ പറയാനും പ്രചരിപ്പിക്കാനും നിൽക്കരുത്. അടുത്തതായി പ്രിയ സഹോദരൻ, എനിക്ക് പറയാനുള്ള നസീഹത്ത്, വലിയ വലിയ കാര്യങ്ങളിൽ, ഉമ്മത്തിനെ ഒന്നാകെ ബാധിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ രാജ്യങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഇതൊക്കെ നമ്മൾ അറിവില്ലാതെ സംസാരിക്കാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഒരു കാലം വരുമെന്ന് പറഞ്ഞു, ഖദ്ദഅത്ത്, വഞ്ചനയുടെ വർഷങ്ങൾ. അന്ന് സത്യം പറയുന്നവനെ കുറിച്ച് ആളുകൾ പറയും അവൻ കളവാണ് പറയുന്നത്, കളവ് പറയുന്നവനെ കുറിച്ച് പറയും അവൻ സത്യമാണ് പറയുന്നത്. വഞ്ചകനെ ജനങ്ങൾ വിളിക്കും അവൻ അമീനാണ്, വിശ്വസ്തനാണ്. നല്ല വിശ്വസ്തന ആളുകൾ വിളിക്കും അവൻ വഞ്ചകനാണ്. വയന്തിഖു ഫീഹി റുവൈബിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് റുവൈബിദ സംസാരിക്കും. ആളുകൾ ചോദിച്ചു, സഹാബത്ത് ചോദിച്ചു, ആരാണ് നബിയെ റുവൈബിദ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുൽ താഫിഹ്, ഒന്നിനും കൊള്ളാത്ത ഒരുത്തൻ, ഫിൽ അംരിൽ ആമ്മ, വലിയ വിഷയങ്ങളിൽ, മുസ്ലിമീങ്ങൾ ഒന്നാകെ ബാധിക്കുന്ന കാര്യങ്ങളിൽ അതിലൊക്കെ കയറി സംസാരിക്കും. നമുക്ക് പാടില്ല. അവസാനമായി എൻ്റെ സഹോദരങ്ങളോട്, ഈ ശബ്ദം ശ്രവിക്കുന്ന ആരൊക്കെ ഉണ്ട് അവരോടെല്ലാം ഞാൻ അങ്ങേയറ്റത്തെ നസീഹത്തോട് പറയട്ടെ, ദുആ ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അവനവന് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, അവനവൻ്റെ ഹിദായത്തിന് വേണ്ടി, അതിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി. യഥാർത്ഥ വിജ്ഞാനം എന്താണോ അത് അള്ളാഹുവെ പഠിപ്പിച്ചു തരണേ. യഥാർത്ഥ വഴി എന്താണോ, ഏതേത് വിഷയമാകട്ടെ, അള്ളാഹു അതിൽ ഉറപ്പിച്ച് നിർത്തണേ എന്ന് ദുആ ചെയ്യുക. അവനവന് വേണ്ടി ദുആ ചെയ്യുക, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അവരുടെ കാവലിന് വേണ്ടി, അവരുടെ നാടുകൾക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ സ്ത്രീകൾക്ക് വേണ്ടി നീ ദുആ ചെയ്യുക. നിൻ്റെ സ്ത്രീകളെയും കുട്ടികളെയും നിൻ്റെ കുടുംബത്തേക്ക് അള്ളാഹു കാക്കണം എന്ന് നിനക്ക് ആഗ്രഹമില്ലേ? നിൻ്റെ സമ്പത്ത്, നിൻ്റെ അഭിമാനം, ഇതൊക്കെ അള്ളാഹു സംരക്ഷിക്കണം എന്ന് നിനക്ക് ആഗ്രഹമെങ്കിൽ ഇല്ലേ? എങ്കിൽ നീ മറ്റുള്ള നിൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു നിന്നെയും അവരെയും കാക്കും. നിൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കും. അവർക്കും നിനക്കും അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രതിഫലം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിക്ക് പഠിപ്പിച്ചു കൊടുത്തു, നീ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുവേ നീ എന്നെ ഹിദായത്തിലേക്ക് നയിക്കണേ, നീ എന്നെ സദാദിലേക്ക് നയിക്കണേ. എന്നിട്ട് നബി പറഞ്ഞു, ഹിദായത്ത് ചോദിക്കുമ്പോൾ നീ ഹിദായത്ത് തരീഖ് ഓർക്കുക. ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള യഥാർത്ഥ വഴി തെറ്റാതെ ആ ശരിയായ വഴിയിലൂടെ തന്നെ പോവുക, അത് നീ ഓർക്കുക. സദാദ് ചോദിക്കുമ്പോൾ നീ അമ്പെയ്യുമ്പോൾ അത് ഏറ്റവും കൃത്യമായ സ്ഥാനത്ത് കൊള്ളിക്കുക എന്നൊരു കാര്യമുണ്ടല്ലോ, അത് നീ ഓർക്കുക. നോക്കൂ, ശരിയായ വഴി, ശരിയായ നിലപാട്, ഏത് വിഷയത്തിലും വഴിതെറ്റിപ്പോകാതിരിക്കാൻ അള്ളാഹുവിനോട് നിരന്തരം ചോദിക്കുക. ഞാനോ നിങ്ങളോ നമ്മളിൽ ഒരാളും പോലുമോ ഇക്കാര്യത്തിൽ പേടിയില്ലാതെ കഴിയാൻ നമുക്കാർക്കും യാതൊരു അർഹതയുമില്ല. നമ്മൾ പേടിക്കേണ്ടതാണ്. നമ്മുടെ ഹിദായത്ത് തെറ്റിപ്പോകും, നമ്മുടെ തിന്മകൾ കാരണത്താൽ നമ്മൾ പാളിപ്പോകുമോ, പിഴച്ചു പോകുമോ നമ്മൾ പേടിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായും ബാത്തിൽ ബാത്തിലായും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഹക്കിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാനും അതിലായി മരിക്കാനും നമുക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم لك أسلمنا وبك آمنا وعليك توكلنا وإليك أنبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا. أنت الحي الذي لا يموت والجن والإنس يموتون. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.